നല്ല ഹല്ലേലൂയോടെ പറഞ്ഞേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് ഹല്ലേലൂയ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന കേൾവിക്കായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് കർത്താവിൻ്റെ ഹല്ലേലൂയ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ കുഞ്ഞിന് കൊടുത്ത നന്മയ്ക്കായിട്ട് നന്ദി പറയാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് നന്ദി പറയാം. എൻ്റെ കുഞ്ഞ് ഒത്തിരി പുറകിലാണ്, എൻ്റെ കുഞ്ഞിന് അങ്ങനെ പഠിക്കാനുള്ള കഴിവില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കുഞ്ഞിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്താൽ ഉയർത്താൻ ശക്തനാണ്. സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ശാന്തമായിട്ട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്ത് ആരാധിക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങളും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതിലും വലിയവ ദൈവസന്നിധിയിൽ പ്രാപിപ്പാനും കേൾക്കുവാനും കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്ന ശ്രേഷ്ഠമായ സമയങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ എല്ലാ കണ്ണുകളും കർത്താവിലേക്ക് ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഈ പകൽക്കാലവും ദൈവം നമുക്കായി അത്ഭുതത്തെ ചെയ്യും. ഒരു നിമിഷം എല്ലാവരും അധരം തുറന്ന് നിങ്ങൾ ഹല്ലേലൂയ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നെങ്കിൽ, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞിന് കൊടുത്ത ജയത്തിനായി നന്ദി എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ മക്കൾക്കെല്ലാം കൊടുത്ത ജയത്തിനായി നന്ദി, സ്തോത്രം, വലിയ വിടുതലുകൾക്കായി നന്ദി എന്ന് പറഞ്ഞ് ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. അധരം തുറന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അധരം തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? മഹത്വം കൊടുക്കാൻ പറ്റുമോ? മഹത്വം കൊടുക്കാൻ പറ്റുമോ? താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു, എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു, എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു. അങ്ങയുടെ കരുണയ്ക്കായി, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി, അങ്ങയുടെ കരുണയ്ക്കായി, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി താങ്ക് യു ജീസസ്. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഒരിക്കൽ കൂടെ പറഞ്ഞ് യേശു എനിക്ക് ചെയ്ത, യേശു എനിക്ക് ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവി. യേശുവേ എൻ ദൈവമേ, യേശുവേ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ യേശു എനിക്ക് മതിയായവൻ? നീ എന്നും മതിയായവൻ. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. അവന്റെ ദാനം അനുഭവിച്ചവൻ,
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഒരിക്കൽ കൂടെ നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിന്ദാനം നന്ദി കർത്താവേ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞ് നിൻ സ്നേഹം അത് അനുഭവിച്ചവർ മാത്രം ഒരിക്കൽ കൂടെ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്റെ സ്നേഹം അപ്പ, സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ വലത് കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തേ. കർത്താവ് തന്ന എല്ലാ നന്മയ്ക്കായി നന്ദി എന്ന് പറയാൻ പറ്റുന്നവർ അധരം തുറന്ന് ശബ്ദമുയർത്തി ആമേൻ. ഈ ആലയം മുഴുവൻ ഹല്ലേലൂയ മുഴങ്ങുമാറ് ദൈവം തന്ന ശബ്ദത്തെ ഉയർത്തി കർത്താവേ നിന്റെ ദാനങ്ങൾക്ക് നന്ദി, നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം, കരുതിയ കരുതലുകൾക്കായി സ്തോത്രം, എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നവർ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പകലും ആവശ്യമായ സകല വിടുതലുകൾ ജനത്തിൻ്റെ മേൽ പെയ്തിറങ്ങുന്ന മഴ പോലെ ആമേൻ ഇന്ന് പകൽ കന്നു വീഴേണ്ടതിന് ഇടർച്ചകളും പ്രതികൂലങ്ങളും സാത്താന്റെ വ്യാപാര ശക്തികളും പിശാച് ഒരുക്കി വെച്ച സകല തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഇതിനകത്ത് ചലിക്കേണ്ടതിന് പ്രാർത്ഥിച്ചാട്ടെ. രോഗികളുടെ മേൽ സൗഖ്യമായി ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ശാപങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതലായി ദൈവ മഹത്വം ഇറങ്ങട്ടെ. വാതിലുകൾ അടഞ്ഞ ഇടത്ത് തുറക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും ദൈവ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഈ പകലും ചില അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ചിലതിനെ അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ തിരു സാന്നിധ്യം വീണ്ടും കർത്തർ ആമേൻ ഹല്ലേലൂയ ജനത്തിന്റെ മേൽ വ്യാപരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അവിടുന്ന് ഹല്ലേലൂയ തുറന്ന സ്വർഗത്തിന്റെ കീഴ് നിന്റെ മക്കളെ ഇരുത്തി ഇന്ന് പകൽ അനുഗ്രഹിക്കണം. വചനം അതിന്റെ ശക്തിയോടെ നിന്റെ മക്കളെ സന്ദർശിക്കണം. ഈ പകലും അത്ഭുതത്താൽ അടയാളത്താൽ ദൈവ വചനത്തെ കർത്താവ് ഉറപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അന്തരീക്ഷം മുഴുവൻ ദൈവ തേജസ്സിനാൽ നിറയട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന, വിശ്വാസത്തോടെ ആശയോടെ ആയിരിക്കുന്ന ഒരൊറ്റ കുഞ്ഞു പോലും നിരാശയോടെ മടങ്ങാൻ ഇടവരാതെ വണ്ണം ദൈവം അവർക്ക് ഇപ്പോൾ ഒരു അത്ഭുതത്തെ ചെയ്യേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങളോട് മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. മാരക വ്യാധികൾ യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ സൗഖ്യമാകട്ടെ. മരുന്നിന് കഴിയാത്തത് ആമേൻ, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ദൈവസഭയ്ക്കകത്ത് തിരു സാന്നിധ്യത്താൽ ഇപ്പോൾ നടക്കട്ടെ. ദൈവം തന്ന അധികാരത്തിൽ, അഭിഷേകത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന അഭിഷേകത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിപ്പോൾ തന്നെ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവർ ഓരോരുത്തരായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ വിടുതലുകൾ നടക്കട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ വിടുതൽ ഈ ജനത്തിന്റെ മേൽ ഞാൻ കൽപ്പിക്കുകയാണ്. വചനത്തിന്റെ ശക്തി ചലിക്കണം. ആത്മാവിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇതിനകത്ത് നടക്കണം. ഇതുവരെയും നടക്കാത്ത വിടുതലുകൾ ഇന്ന് പകൽ നിന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കേണ്ടതിന് സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നുവോ അവരുടെ മേൽ ഹല്ലേലൂയ ദൈവ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിടുതലുകൾ അവരുടെ മേൽ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദാഹത്തോടെ, ആശയോടെ, ആഗ്രഹത്തോടെ തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. വചനത്തിൽ കൂടെ ഇടപെടണമേ കർത്താവിന്റെ ഹല്ലേലൂയ കരം നിന്റെ മക്കളുടെ മേൽ ചലിപ്പിക്കണമേ. അസാധാരണമായ വ്യക്തവും സ്പഷ്ടവുമായ വിടുതലുകളോടെ മടങ്ങാൻ സർവശക്തൻ സഹായിക്കണം. എല്ലാ മഹത്വം അങ്ങേയ്ക്കായിരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചേ. നമ്മുടെ മക്കളെയൊക്കെ സ്കൂൾ തുറക്കുന്ന ഈ ആഴ്ചയല്ലേ? അല്ലേ? അടുത്ത ആഴ്ചയാണോ? ഒരു ഞായറുടെ ഉണ്ടോ?
ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് വേഗത്തിൽ വചന കേൾവിക്കായി ഒരുങ്ങാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളാണ് നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള സുപരിതമായ വേദഭാഗമാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ. വേദപുസ്തകമുള്ള എല്ലാവരും തുറക്കണം ആ വചനഭാഗത്തേക്ക്. ആ അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ആമേൻ സ്തോത്രം ഒരു ചെറിയ ആശയം നിങ്ങളുമായി പങ്കുവച്ച് ദൈവം തന്ന ആ ദൂതുകൾ പറയാൻ ഇഷ്ടപ്പെടുകയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. വളരെ ശ്രദ്ധയോടെ ഈ വചനഭാഗത്തിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ഹല്ലേലൂയ ദൈവകരത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. അത് വലിയ വിടുതലായി മാറും. സ്തോത്രം. നഷ്ടമായതിനെ തൻ്റെ ജനത്തിന് മടക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഒരു ചിന്തയാണ് നമുക്ക് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ചിന്തകളാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടത്, ഭവനത്തിൽ നഷ്ടപ്പെട്ടത്, ജീവിതത്തിൽ എവിടെയൊക്കെ ഹല്ലേലൂയ സംഭവിച്ച നഷ്ടങ്ങളെ മടക്കി തരാൻ പറ്റുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്നതാണ് ഇതിനകത്ത് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ വിശ്വാസത്തോടും ശ്രദ്ധയോടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയത്, അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിപ്പാൻ കർത്താവ് അവസരം തരികയാണ്. സ്തോത്രം. നമ്മുടെ അകത്ത്, സഭയ്ക്കകത്ത് മാനസാന്തരത്തിൻ്റെ അനുഭവം വേണം, ആത്മീക വളർച്ച വേണം, വിശുദ്ധിയിൽ തികഞ്ഞവരായി നമ്മൾ വരണം. സ്തോത്രം. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം, ശത്രു നമ്മെ ഞെരുക്കാൻ പാടില്ല. ദൈവിക നന്മകൾ നമ്മൾ അനുഭവിക്കുകയും വേണം. സ്തോത്രം. നഷ്ടങ്ങൾക്ക് കാരണമുണ്ട്, പ്രതിസന്ധികൾക്കൊക്കെ കാരണമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആമേൻ സ്തോത്രം ഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ വലിയൊരു നന്മ ഇന്ന് പകൽക്കാലം ആമേൻ ഉണ്ടായിത്തീരും. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നന്മ നഷ്ടമായത്, ആമേൻ മടങ്ങി വരുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഹല്ലേലൂയ ദൈവം അവരോട് പറയുന്നത്, ഞാൻ അയച്ച എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയെയും പച്ചപ്പുഴുവിനെയും തുള്ളനെയും ഞാൻ ശാസിക്കും. വളരെ ശ്രദ്ധിക്കണമേ. നമുക്കറിയത്തക്ക കാര്യങ്ങളാണെങ്കിലും ഗൗരവത്തോടെ ഇന്ന് പകലെടുക്കണം. ദൈവം പറയുന്നത്, എൻ്റെ മഹാസൈന്യമായ ഞാൻ അയച്ച വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും തിന്നുകളഞ്ഞ സംവത്സരം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചപ്പുഴു നശിപ്പിക്കുമ്പോൾ വിട്ടിൽ നശിപ്പിക്കും. അതിൻ്റെ ആത്മീക അർത്ഥത്തിലേക്ക് ഞാൻ വരാം. നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ നിങ്ങൾ എടുക്കണം. പെട്ടെന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ ആ തലത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് തടസ്സമാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നമ്മളെ അറിയാതെ വഴിയെ വിടുന്ന ഒരു ദൈവമല്ല, നമ്മെ പണിയുന്ന, നമ്മെ ആമേൻ സ്തോത്രം സഹായിക്കുന്ന, നമ്മെ രൂപാന്തരപ്പെടുന്ന ദൈവം. ഒത്തിരി പേര് എന്നോട് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. മെസ്സേജ് അവർക്ക് അനുഗ്രഹമായി എന്ന് കേട്ടു. സന്തോഷം. ഏത് സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോട് ഇടപെടും എന്ന യാഥാർത്ഥ്യം, ദൈവം തൻ്റെ ജനത്തോട് ഇടപെടും എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ആമേൻ. ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി ദൈവം വെട്ടുക്കിളിയെയും പച്ചപ്പുഴുവിനെയും തുള്ളനെയും അയച്ചു. എന്നിട്ട് പറയുന്നത്, ആമേൻ ക്രമമായി ലഭിച്ചുകൊണ്ടിരുന്ന മഴയെ ദൈവം അടച്ചു, ക്രമമായി പെയ്തുകൊണ്ടിരുന്ന മഞ്ഞിനെ ദൈവം അടച്ചു. അപ്പൊ ഇതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണെന്നും ആമേൻ സ്തോത്രം മഞ്ഞും മഴയും ദൈവം ഭൂമിയിൽ തരുന്നതാണെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ ഈ വചനം ഗ്രഹിക്കുമ്പോൾ ഞാൻ ഒരു ചിന്ത പറയാം. നമ്മുടെ ദേശത്തിൽ 6 മാസം മഴ പെയ്യാതെ ദൈവം ആകാശത്തെ അടച്ചാൽ നമുക്ക് ആഹാരത്തിനായി നമ്മൾ തെണ്ടേണ്ടി വരും. സ്തോത്രം. നമ്മുടെ രാജ്യം മറ്റ് ദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരും, അടിമത്വത്തിലേക്ക് പോകും, വല്ലാത്ത പ്രതിസന്ധിയിൽ നമ്മളാകും. പക്ഷെ നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം തക്ക സമയത്ത് ദൈവം തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവമേ എന്നൊരു അയ്യം വിളി നമ്മളെ വീടിനകത്ത് ഉയരാതിരിക്കുന്നതിൻ്റെ കാര്യം തക്ക സമയത്ത് ആവശ്യമുള്ളതല്ല. അല്പമൊക്കെ വൈകിയാണെങ്കിലും ആമേൻ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ പുറകിലേക്ക് പോകരുത്. നമ്മൾ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് അറിയാതെ, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ മസിൽ പവർ കൊണ്ട്, എൻ്റെ ഹല്ലേലൂയ കഴിവ് കൊണ്ടാണ് എന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ തോൽവിയായിട്ട് മാറും. അത് ഇന്നല്ലെങ്കിൽ നാളെ പരാജയമായി മാറും. നമ്മെ നിർത്തിയിരിക്കുന്ന, നമുക്ക് വേണ്ടുന്നെല്ലാം തന്നു നടത്തുന്ന നല്ലൊരു കർത്താവുണ്ട്. സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ശബ്ദമുയർത്തി കർത്താവിനൊരു മഹത്വം കൊടുക്കുക.
സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ നമ്മൾ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം നഷ്ടത്തിലായി പോയത്, ഇവരുടെ ജീവിതം കഷ്ടത്തിലായി പോയത്, നഷ്ടങ്ങൾ വരാൻ കാരണം സ്തോത്രം ദൈവം അയച്ച ഈ മഹാസൈന്യമാണ്. ദൈവം ആകാശത്തെ അടച്ചതാണ്. ദൈവം അവർക്ക് പ്രതികൂലമായി. എന്തുകൊണ്ട് ദൈവം അവർക്ക് പ്രതികൂലമായി എന്ന് നമ്മൾ ചിന്തിച്ചാൽ, അവർ ദൈവഹിതമല്ലാത്തത് ചെയ്തു. ദൈവത്തിന്റെ ജനം എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവജനവും ലോകക്കാരും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ തത്വവും ലോകക്കാർക്കുമുള്ള തത്വം ഒന്നല്ല. നമ്മൾ തിരുവചനത്തിനനുസരിച്ച് ജീവിക്കുന്നവർ വ്യത്യസ്തരാണ്. അവിടെയാണ് ബൈബിൾ പറയുന്ന വേർപാടൊക്കെ വരുന്നത്. നമ്മൾ വ്യത്യസ്തരാണ്. ലോകജാതികളോട് ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം വരും. നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് അവർക്ക് നമ്മൾ വ്യത്യസ്തരായി തോന്നുന്നത്. ദൈവത്തിന്റെ പൂർണ്ണമായ ദൈവ പദ്ധതിക്കകത്തേക്ക് വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരാകും. എന്നാൽ ഇവർ ലോകക്കാരോടൊപ്പം ചേർന്ന് പാപമൊക്കെ ചെയ്തു. നിങ്ങൾ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം അതുകൊണ്ട് അവരുടെ നന്മയെ തടുത്തു. നന്നായിട്ട് അവർ അധ്വാനിക്കുന്നുണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞ് നന്നായിട്ട് കിളയ്ക്കുന്നുണ്ട്, ഉഴുതു മറിക്കുന്നുണ്ട്, വിത്ത് വിതയ്ക്കുന്നുണ്ട്, അതെല്ലാം കിളിർത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്തോത്രം ദൈവത്തിന്റെ മഹാസൈന്യമായ വെട്ടുക്കിളി അതിനെ വന്ന് നശിപ്പിക്കുക, തുള്ളൻ വന്ന് നശിപ്പിക്കുക, പച്ചപ്പുഴു വന്ന് നശിപ്പിക്കുക. സ്തോത്രം. ദൈവം മഴയെ അടയ്ക്കുക. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ചിന്ത ഞാൻ പറയാൻ കേട്ടോ. ഇന്നലെ ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നന്മയ്ക്കകത്തേക്ക് വെട്ടുക്കിളി വന്നാലൂടെ നമ്മൾ എന്നാ ചെയ്യും? ഇന്നലെക്കാൾ കൈയടിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ശക്തിയോടെ അടിച്ച് ഇന്നലകളിൽ പറയാത്തൊരു 5 അന്യഭാഷ കൂടെ നമ്മൾ പറയും. സ്തോത്രം. മിണ്ടാതിരിക്കുക. സ്തോത്രം. അന്നേരം അങ്ങനെ ആരാധന മൂപ്പിക്കുമ്പോൾ പച്ചപ്പുഴു വരും. സ്തോത്രം. പച്ചപ്പുഴു വരുമ്പോ തുള്ളം വരും അല്ലേ? വെട്ടുക്കിളിയും തുള്ളൻ വരും. തുള്ളം വരുമ്പോ നമ്മൾ തുള്ളി തുള്ളി ആരാധിക്കും. എന്തിനാ? തുള്ളം വിട്ടുപോകണം. സ്തോത്രം. തുള്ളൻ എന്ത് ചെയ്യണം? വിട്ടുപോകണം. അന്നേരം പച്ചപ്പുഴു വരും. അപ്പോഴും പിന്നെ നമ്മൾ നേരെ സഭയെന്ന് ഉണ്ടയിടും. ദൈവമില്ല, ഒന്നുമില്ല. ഇത്രയും ആരാധിച്ചിട്ട് പച്ചപ്പുഴു വന്നപ്പോൾ ഞാൻ ഉപവസിച്ചു, വെട്ടിൽ വന്നു, ഒരു രക്ഷയില്ല. ഇവിടെ ഒരു വിടുതലും ഇല്ല. സ്തോത്രം. ഇതിനകത്തൊരു വിടുതലും ഇല്ല. നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് സാഹചര്യത്തൊക്കെ നോക്കിയിട്ട് അന്യഭാഷ പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചല്ലോ. ഇവിടെ നമ്മൾ അന്യഭാഷ പറഞ്ഞ് കൈയടിച്ചിട്ട് കാര്യമില്ല, തുള്ളിച്ചാടിയിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ ജനമെന്ന് പേരെഴുതി വച്ചിട്ട് കാര്യമില്ല. എന്താണ് ദൈവം ഈ പ്രതിസന്ധി അയക്കാൻ കാരണമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആരാധിക്കണം. തിരിച്ചറിഞ്ഞ് സമർപ്പണത്തിലേക്ക് മടങ്ങി വന്ന് ആരാധിച്ചാൽ ദൈവം പറയുന്നു, ഞാൻ അയച്ച എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയെ, പച്ചപ്പുഴുവിനെ, തുള്ളനെ ഞാൻ ശാസിക്കും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഈ സന്ദേശത്തിനകത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ കരുണയോടെ നമ്മിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. മഹാകരുണയുള്ള ദൈവം. സ്തോത്രം. അനുദപിച്ച് ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ കയ്യടിയും അന്യഭാഷയല്ല. ഞാൻ പറഞ്ഞത്, നമുക്ക് പെന്തക്കോസ്ത് അനുഭവമുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ കുറച്ച് ഒച്ചയെടുത്താൽ ഉടൻ വിടുതൽ വെളിപ്പെടുമെന്ന്. സ്തോത്രം. പിണങ്ങരുത്. ഒച്ച വേണം കേട്ടോ വിടുതലിന്. കയ്യടിയും ആരാധനയും അന്യഭാഷ എല്ലാം വേണം. തെറ്റിദ്ധാരണ കൂടാതെ മനസ്സിലാക്കണം. ചില വേളകളിൽ അതൊക്കെ ഹല്ലേലൂയ അസ്ഥാനത്തായി മാറും. വിടുതൽ നടക്കത്തില്ല. ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കും. ഞാനൊക്കെ എന്തോ ഒരു ഉപവസിച്ചിട്ട് വിടുതലില്ലാത്ത കേസുണ്ട്. സ്തോത്രം. വിടുതൽ നടക്കത്തില്ല. അതിന് ദൈവം വച്ച ഒരു കാരണമുണ്ടെങ്കിൽ നമ്മൾ ഹല്ലേലൂയ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വരണം. ഇവിടെ ഹല്ലേലൂയ അവരോട് എന്ത് ചെയ്യാനാ പറഞ്ഞ? ദൈവം അവരോട് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ, സമയം പോലെ ആ ജനത്തിന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ, എന്നെ ശ്രദ്ധിക്കണമേ, അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവരുടെ ഗതികേടെന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾ അവർക്ക് നഷ്ടമായി. കുറെ വർഷങ്ങൾ അവർക്ക് ജീവിതത്തിൽ നഷ്ടമായി. ഏത് കാരണം കൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നു, പക്ഷെ നടക്കേണ്ടതൊന്നും ഈ ആയുസ്സിൽ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നില്ല, നഷ്ടങ്ങളാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയാം, ദൈവം അതിൻ്റെ അകത്തൊരു പോക്ക് വഴി ഒരുക്കും. സ്തോത്രം. നഷ്ടപ്പെട്ട സമയത്തെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരത്തെ ദൈവം എപ്പോഴും നമ്മുടെ
ജീവിതത്തിൽ അനർത്ഥമോ പ്രതികൂലങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ദൈവം ചെയ്യുന്നത് നമ്മൾ മടങ്ങി വരാനും മാനസാന്തരപ്പെടാനാണ്. അങ്ങനെ മടങ്ങി വരുന്നവന് സ്തോത്രം ഒരിക്കലും തൻ്റെ ജീവിതം നഷ്ടമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല, നഷ്ടത്തിൽ അവസാനിക്കത്തില്ല. കർത്താവ് നമ്മെ മാനിപ്പാനിടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുറച്ച് ശോധനകളും വേദനകളും അനുഭവിച്ച് നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. സ്തോത്രം. ഒരിക്കലും പിശാച് നമ്മളെ വശീകരിക്കരുത്, വഞ്ചിക്കരുത്. ഈ വചനം കേൾക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തോട്ട് വരുമ്പോൾ ഞാൻ ആ മേഖലയിലോട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ നന്മ ലഭിക്കാതിരിക്കാൻ പിശാചിന് ഒത്തിരി ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പാപ വഴികളിലേക്കൊക്കെ നടത്തി മടങ്ങി വരാൻ അനുവദിക്കാതെ നിർത്തുന്നത്. ഏത് വിധേന നിൽക്കുന്നവനെ തകർക്കുക എന്നതാണ് പിശാചിന്റെ തന്ത്രം. ദൈവം വച്ച അനവധിയായ നന്മകൾ പ്രാപിക്കാതിരിക്കുക എന്നതാണ്. സ്തോത്രം. ഒരുപാട് ഹല്ലേലൂയ വിതയ്ക്കുന്നു, ഒരുപാട് അവർ ഹല്ലേലൂയ കൊയ്ത്താഗ്രഹിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ തക്ക സമയമാകുമ്പോൾ നടക്കുന്നില്ല. കാരണം ദൈവമാണ് അത് വച്ചത് അവിടെ. ഹല്ലേലൂയ നമ്മൾ ഇനിയും അതിനേക്കാൾ അപ്പുറം ലോൺ എടുത്താൽ എല്ലാം എന്തൊക്കെ വളം വാരി എറിഞ്ഞാൽ ഒന്നും കാര്യമില്ല, കൊയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. അത് ദൈവത്തിന്റെ തീരുമാനമാണ്, ഞാൻ അനുവദിക്കത്തില്ല എന്നുള്ളത്. പിന്നെ അനുവദിക്കണമോ? ഈ ജനം മടങ്ങി വരണം. അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. 2:12-13 ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം എടുത്തതാ. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം ഇന്ന് പകൽ തന്ന ചിന്തകൾ പറഞ്ഞ് ഞാൻ മുമ്പിലേക്ക് പോകാം. 2-ാം അധ്യായം 12-13 വാക്യം കൂടെ വായിച്ചേ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. കണ്ട, ദൈവത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ദയയുള്ളവൻ, കരുണയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് വാസ്തവത്തിൽ അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവന് വേണ്ടി ജീവിക്കാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ഒത്തിരി പ്രാവശ്യം അത് പറഞ്ഞു. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാത്തത്, പ്രാർത്ഥിക്കാത്തത്. ദൈവത്തെ അറിഞ്ഞാൽ ദൈവ ഭയം എന്ന് പറയുന്ന വലിയൊരു സാധനമുണ്ട്. യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തോൽവിക്ക് ആധാരം നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയുന്നില്ല. ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞ ഒരുത്തൻ അവൻ സംസാരിക്കുന്ന കാണുമ്പോൾ അറിയാം, അവൻ്റെ ജീവിതം ദൈവത്തോടുള്ള ഒത്തുള്ള ജീവിതം കാണുമ്പോഴറിയാം. ഈ വചനം പ്രമാണിക്കുന്നതിലുള്ള അവൻ്റെ താല്പര്യം കാണുമ്പോൾ നമുക്കറിയാം അവൻ ദൈവത്തെ അറിഞ്ഞെങ്കിൽ ദൈവം ആരാന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പരിപാടികൾ അവസാനിപ്പിക്കും. അത്ര വലിയവനാണ് ദൈവം. നമ്മുടെ ആ ദൈവത്തിന് നമ്മുടെ മേലുള്ള അധികാരം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയാം, മഹാദയയുള്ളവൻ, ദീർഘക്ഷമയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം. ആ ദൈവമാണ് ഈ വെട്ടുക്കിളിയെയും പച്ചപ്പുഴുവിനെയും തുള്ളനെയൊക്കെ അയച്ചത്. ദീർഘക്ഷമയുള്ള ദൈവം. അപ്പൊ ഇവിടെ ദൈവം അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും വരുത്തി അവരുടെ ജീവിതത്തിന്റെ അകത്തൊരു സുബോധം കൊടുക്കാൻ ശ്രമിക്കുക. ദൈവത്തെക്കുറിച്ച് പറയുക, നിങ്ങളുടെ ദൈവം ഭയങ്കര ക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിന്റെ ആധിക്യത്തിലെങ്കിലും ഹൃദയ നുറുക്കത്തോടെ വരണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരത്തോടെ വരണം, യഥാർത്ഥ കരച്ചിലോടെ വരണം, യഥാർത്ഥ മാനസാന്തരം. ഞാൻ പറയട്ടെ, ഒരു അനർത്ഥത്തിലായിപ്പോയാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചുമ്മാ കൈ ഉയർത്തി പറയുന്ന സമ്മതങ്ങളോ പറ്റിക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളോ അല്ല. ഹൃദയത്തിന്റെ അടിത്തട്ടിലെ തീരുമാനം, മാനസാന്തരം, യഥാർത്ഥ രൂപാന്തരം വന്നിട്ട് അകത്തെന്നുള്ള കരച്ചിലാണ് വലിയ അനർത്ഥത്തെ നീക്കിക്കൊണ്ട് ദൈവം നിന്നെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. വലിയ മാറ്റങ്ങൾ ഞാൻ ചലഞ്ച് ചെയ്യാം ദൈവസഭയോട്, ഓരോ കുടുംബങ്ങളോടും, ഓരോ മക്കളോടും, ഓരോ വ്യക്തികളോടും പറയാം. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ദൈവം ഒരു നന്മ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മകൾ നാം ചിന്തിക്കുന്നതിനപ്പുറമാണ്. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ നന്മകളാണ്. നമ്മൾ എത്തിപ്പെടേണ്ട ഇടത്ത് ഇതുവരെയും എത്തിപ്പെടാത്ത സാഹചര്യങ്ങളുണ്ടാകും. ദൈവസഭയും ഇതുവരെയും എത്തേണ്ട സാഹചര്യത്തിൽ പ്രസംഗിക്കുമ്പോൾ സഭയെ ഹല്ലേലൂയ നടത്തുന്ന ഞാനാ ഇത് പറയുന്നേ. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ അർത്ഥം എന്നിലും ദൈവസഭയിൽ നിന്ന് ദൈവം യഥാർത്ഥമായി പ്രതീക്ഷിക്കുന്ന ശക്തമായൊരു മാനസാന്തരം ഉണ്ടാകും. അല്ലാതെ ഹല്ലേലൂയ ദൈവം ഇടപെടത്തില്ല. എവിടെയോ തകർന്ന് നുറുങ്ങി ഇപ്പോഴെങ്കിലും ഹൃദയ നുറുക്കത്തോടെ അനുതാപത്തോടെ അടുത്തു വരാൻ. എന്നിട്ട് പ്രയോഗം നമുക്കറിയാം, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറണം. അത് അന്നത്തെ ട്രഡീഷൻ അനുസരിച്ച് അടയാളം ഒരു വസ്ത്രത്തെ കീറും. സ്തോത്രം. ദുഃഖം വരുമ്പോ വസ്ത്രത്തെ കീറും. അത് ഹല്ലേലൂയ പുറമേ കാണിക്കുന്നതാണ്. നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് വസ്ത്രം കീറുന്നത്. വസ്ത്രം കീറിയതുകൊണ്ട് കാര്യമില്ല, പുറമേ ഉള്ള സ്തോത്രം അനുതാപം കൊണ്ട് കാര്യമില്ല, പാസ്റ്റർ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയം കാണുന്ന ദൈവം നോക്കുമ്പോൾ അവന്റെ ഹൃദയം ഹല്ലേലൂയ തകർന്നിരിക്കുന്നു. അവന്റെ തെറ്റ് നിമിത്തം അവന്റെ കുറ്റം അവന് ബോധ്യം വന്നിട്ട് അവന്റെ ഹൃദയത്തിൽ യേശു നോക്കുമ്പോൾ യഥാർത്ഥ മാനസാന്തരം വന്നിരിക്കുന്നു എന്ന് കർത്താവിന് ബോധ്യപ്പെട്ടാൽ കർത്താവ് പറയുന്നു, ആ നിമിഷം അവന്റെ ജീവിതത്തെ വെട്ടി നശിപ്പിക്കുന്ന വെട്ടിലിനെ ഞാൻ ശാസിക്കും.
തുള്ളനെ ഞാൻ ശാസിക്കും, പച്ചപ്പുഴുവിനെ ഞാൻ ശാസിക്കും എന്ന് പറഞ്ഞാൽ ആ നിമിഷം തൊട്ട് അവന്റെ ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആ ഭാഗത്തെ മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഭാഗം പ്രസംഗിച്ച വലിയ ഉണർവ് വരും. ആമേൻ, സ്തോത്രം. നല്ല ഉണർവുണ്ടാകും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന വിടുതലുകൾ സംഭവിക്കണമെന്നില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ ഈ ഭാഗം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ആമേൻ, സ്തോത്രം. നമുക്ക് ഒരു ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് ചിലർക്ക് ദൈവം പകരുന്ന ചില വിടുതലുകളും മാറാതെ നിൽക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ചില വിടുതലുകൾ സംഭവിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിച്ച് പറഞ്ഞ വിഷയമാണ്. ആമേൻ, നഷ്ടപ്പെട്ടതിനെ ചിലർക്ക് മടക്കി തരും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ആരോഗ്യം പോലും ചിലപ്പോൾ ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ മടങ്ങി വരും. സ്തോത്രം. എനിക്ക് ഉറപ്പുണ്ട് ദൈവം വെറുതെ ഒരു വാക്ക് പറയത്തില്ല. ദൈവം പറയുന്നത് അതുപോലെ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, അതുപോലെ അത് സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അസാധാരണമായ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് ഹല്ലേലൂയ വെറുതെ കിടന്ന് ദൈവം പ്രതികൂലമാണെങ്കിൽ അധികം കിടന്ന് അധ്വാനിക്കരുത്, അധികം കിടന്ന് പടയ്ക്കരുത്. എന്താണ് കർത്താവേ കാരണം? അത് ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ടാൽ, ആമേൻ, സ്തോത്രം, പകുതി അധ്വാനം പോലും ഇല്ലാതെ, ഇപ്പോൾ ചെയ്യുന്നതിന്റെ പകുതി അധ്വാനം ഇല്ലാതെ അഭിവൃദ്ധി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ, സ്തോത്രം. ഇവരുടെ ജീവിതത്തിന്റെ അകത്ത്, ആമേൻ, ഹല്ലേലൂയ, പുഷ്ടിയില്ല. എല്ലാം ഹല്ലേലൂയ തിന്നുമ്പോൾ, ആമേൻ, ശത്രു കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അയച്ച മഹാസൈന്യം എടുക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് അനുദപിക്കാൻ മനസ്സുണ്ടോ? യഥാർത്ഥമായൊരു മാനസാന്തരത്തിന് സഭ തയ്യാറാകുമോ? യഥാർത്ഥമായൊരു മാനസാന്തരത്തിന് കുടുംബം തയ്യാറാകുമോ? ഏറ്റുപറച്ചിലിന് തയ്യാറാകുമോ? എന്നിലേക്ക് മടങ്ങി വരുമോ? യഥാർത്ഥ ദൈവ ശബ്ദം കേട്ടിട്ടും നമ്മൾ നിസ്സാരമായും പുറംതിരിഞ്ഞ് നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ കളിയാക്കരുത്. ആമേൻ, ദൈവം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. അതാ പ്രശ്നം. നമ്മുടെ ദൈവം, ആമേൻ, കണ്ണുണ്ടായിട്ട് കാണാത്തവനല്ലല്ലോ, കേൾക്കാൻ കഴിയാത്തവനല്ലല്ലോ, ഗ്രഹിക്കാൻ പറ്റാത്തവനല്ലല്ലോ. പറ്റിച്ചേ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. പറ്റിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, ഒരുത്തന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം വന്നു എന്ന് ദൈവത്തിന് തോന്നിയാൽ, ആമേൻ, ആ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവർണ്ണനീയമായിരിക്കും. സ്തോത്രം. അവർക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ അസാധാരണമായിരിക്കും. അതുകൊണ്ട് ആമേൻ, ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ എല്ലാവരും അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ട എല്ലാവർക്കും വിരോധമായി ദൈവം വെട്ടുകിളി അയച്ചു. നിങ്ങളൊക്കെ പാപം ചെയ്ത് തകർന്നിരിക്കും പോലെ ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെടുക. അങ്ങനെയാണെങ്കിലും സന്തോഷിക്കാൻ വകയുണ്ടെന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങളൊന്ന് മടങ്ങി വന്നാൽ മാത്രം മതി. കർത്താവ് ഇന്ന് പകൽ നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കി തരാമെന്നാ പറയുന്നത്. അതിനകത്ത് സന്തോഷമുണ്ടോ? എങ്കിൽ ഒരു ആർപ്പെട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പോലെ അങ്ങിരിക്കുക. അങ്ങനെയല്ല. ഇത് സന്തോഷത്തോടെ കേൾക്കണം, ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കേൾക്കണം, കരമുയർത്തിയൊക്കെ സ്തോത്രം പറഞ്ഞ്. നമ്മളൊക്കെ ചിലയിടത്ത് പോകുമ്പോൾ ഇതുപോലെ സന്ദേശമൊക്കെ കേൾക്കുമ്പോൾ ചിലർ കൈ ഉയർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം പറയുന്നു, അവർ ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. നിങ്ങളെല്ലാം ഹല്ലേലൂയ PSC ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെ നോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത ആഴ്ച ഞാൻ വന്നിട്ട് ചോദിച്ച ഇതിലൊന്നും പറയത്തില്ല, ഇതിന്റെ മറുപടി ഒന്നും പറയത്തില്ല, ഏത് മെസ്സേജ് ഒന്നും ഓർക്കത്തില്ല. അപ്പോഴേ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇതിനകത്തല്ല, വചനത്തിനകത്തോട്ട് കയറണം. ആരെയും നോക്കരുത്. ആരും നമുക്കൊന്നും കൊണ്ടുതരത്തില്ല. ആമേൻ. ദൈവം തരുന്ന വചനമാണ് നമ്മുടെ വിടുതലിന്റെ ആധാരം. ആ വചനം നമ്മെ സ്പർശിക്കുന്നെങ്കിൽ, കർത്താവ് എവിടെയാണ് തകരാറെന്ന് ദൈവത്തോട് ചോദിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചോദിച്ച് ക്രമീകരിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, മിനിൽ പാസ്റ്റർ അല്ല പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്തോ ദൈവം ഇന്ന് പകൽ മടക്കി തരാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 2-ാം അധ്യായം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 18-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 18-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരം മതി, അത് പിന്നെ വായിക്കാം. സ്തോത്രം. അവിടെ വായിച്ച വാക്ക് കണ്ട് എന്നെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അങ്ങനെ ദൈവം ആ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു. ആ ദേശത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? തീഷ്ണത കാണിച്ചു. തീഷ്ണത, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. എൻ്റെ മുന്നേ ദൈവം തീഷ്ണത കാണിച്ചാലുള്ള അവസ്ഥ ബൈബിൾ എടുത്ത് വായിക്കണം, വിശദീകരിക്കാൻ സമയമില്ല. ദൈവം ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു. ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് തീഷ്ണത കാണിക്കാൻ, ദൈവം നമ്മുടെ ദേശത്തോട് തീഷ്ണത കാണിക്കാൻ, സഭയോട് തീഷ്ണത കാണിക്കാൻ, കുറച്ചുകൂടെ ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ ആരാധിച്ച തീഷ്ണത കാണിക്കൂല ദൈവം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാതെ മനസ്സിലാക്കണം, ഇവിടെ ഈ ജനം എന്നൊക്കെ മുറവിളി കൂട്ടിയാലും ദൈവം തീഷ്ണത കാണിക്കത്തില്ല. പക്ഷെ പറഞ്ഞതുപോലെ ആ ജനം ഒരുമിച്ച് അനുദപിച്ചു. നിങ്ങളതിൻ്റെ മുമ്പിലത്തെ ഭാഗം പഠിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ആമേൻ സകല ആൾക്കാർ ദൈവസന്നിധിയിൽ അനുദപിക്കാൻ തയ്യാറായി.
ദൈവത്തിന്റെ ശബ്ദം അവർ സ്വീകരിച്ചു. അവർ ദൈവത്തോട് കുറ്റമേറ്റു പറഞ്ഞു, ഉപവസിച്ചു. അവിടെ പറയുന്നത് ഒരു ഉപവാസം നിയമിക്കണം, സഭയെ വിളിച്ചു കൂട്ടണം. നമ്മളൊക്കെ വിളിച്ചു കൂട്ടി ആരും കാണത്തില്ല. ഞാൻ പല പ്രാവശ്യം ഇവിടെ വിളിച്ചു കൂട്ടി നോക്കി, അനുദപിക്കാനൊന്നും ആളില്ല. തകർന്ന് വീണ് കിടന്ന് കരയാനൊന്നും ആളില്ല. ദേശത്തിന് വേണ്ടി അങ്ങനെ കരയാനൊന്നും ആളില്ല. കുടുംബങ്ങൾക്ക് വേണ്ടി കരയാൻ ആളില്ല. പിന്നെ ഹല്ലേലൂയ നമ്മോട് ചോദിക്കും, ഇവിടെ വന്നാൽ വിടുതൽ കിട്ടുമോ? വന്നിരുന്നു തരാം. സ്തോത്രം. ദൈവം തരുന്ന വിടുതലുകൾക്കായി നന്ദി. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു നിലനിൽക്കുന്ന വിടുതലിന് ആധാരമായി മാറുന്നത് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുള്ള അനുതാപമാണ്. അവർ ഹല്ലേലൂയ ഹൃദയങ്ങളെ കീറിക്കൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം പറയുക, ദൈവം തന്റെ തീഷ്ണതയെ വെളിപ്പെടുത്തി. എവിടെയാ? ശത്രുവിന്റെ മുമ്പാകെ ഇവരെ ഉപദ്രവിച്ച, ഇവരെ അടിമപ്പെടുത്തിയ, ഇവരെ തകർച്ച ശത്രുവിന്റെ മുൻപാകെ ദൈവം എന്ത് ചെയ്തു? തന്റെ തീഷ്ണതയെ വെളിപ്പെടുത്തി. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തോട് നാം അടുത്തു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ തീഷ്ണത ചിലർ കാണാൻ പോകുക. സ്തോത്രം. ഞാൻ കർത്താവിന് വേണ്ടി നിന്നാൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ, എൻ്റെ ജീവിതത്തിൽ വന്ന സ്തോത്രം വീഴ്ചകൾ ഞാൻ യഥാർത്ഥമായി ഉണർന്ന് മാനസാന്തരപ്പെട്ട് കണ്ണുനീരോടെ ഹൃദയനുറുക്കത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ എന്നെ പീഡിപ്പിക്കുന്ന ശത്രുവിനോട് തീഷ്ണത കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റാരിലും ആശ്രയമില്ല. ഈ സന്ദേശം കേട്ടുകൊണ്ട് കർത്താവിനോട് പറയണം, ഹല്ലേലൂയ ദൈവമേ, നീ എനിക്ക് വേണ്ടി തീഷ്ണത കാണിക്കണം എന്ന്. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ ആരാധിച്ചാലും ചില മേഖലകൾക്കകത്ത് മാറ്റം വരത്തില്ല. അവിടെ ക്രമീകരണമാണ് ഹല്ലേലൂയ നമുക്ക് ആവശ്യമായത്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 15 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചേ. 15 മുതലുള്ള വാക്യം വേഗത്തിൽ വായിക്കണേ. ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ. മതി ആ വാക്ക് മതി. സ്തോത്രം. കണ്ടോ, നമുക്ക് ഹല്ലേലൂയ അടുത്ത ഒരു സ്തോത്രം മുമ്പിലേക്ക് പോകണം. സഭയെ വിശുദ്ധീകരിക്കണം. സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. സ്തോത്രം. ഞാൻ ഇന്ന് പകല് നിങ്ങളോട് പറയാം, വളരെ തീഷ്ണമായിട്ട് നമ്മൾ മുമ്പിലേക്ക് പോകാൻ കുതിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ പിശാചിന്റെ വലിയ ആയുധം എന്ന് പറയുന്നത് അശുദ്ധിയാണ്. ഒരുത്തന്റെ ജീവിതത്തെ തടുക്കാൻ, ഒരു സഭയെ, ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ നന്മയിൽ നകറ്റാൻ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ ആയുധം എന്ന് പറയുന്നത് അശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. സ്തോത്രം. നമ്മൾ മനഃപൂർവ്വമായി ചെയ്തിട്ട് കൈയടിച്ചാൽ വിടുതൽ വരത്തില്ല. അതുകൊണ്ട് ദൈവം വളരെ വ്യക്തതയോടെ പറയുന്നു, ഉപവാസം എന്ന് പറയുന്നത് ആത്മതപനമാണ്. ഉപവസിച്ച് സഭയെ ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഹല്ലേലൂയ വളരെ വിശുദ്ധിയോടെ, വളരെ ഹല്ലേലൂയ ദൈവത്തിന് ഹിതപ്രകാരം നീങ്ങാൻ തുടങ്ങിയാൽ ഒരു ശത്രുവിന് നമുക്കെതിരെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. കൈയടിക്കേണ്ട, അന്യഭാഷ പറയേണ്ട. സഭായോഗം വിളിച്ചിട്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ 21 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം ഒക്കെ വരുമ്പോൾ നമ്മൾ റെഡിയായി വരുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നും നമ്മൾ യോഗ്യരാന്നൊക്കെ തോന്നും. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണമേ, സഭ ഒരുമിച്ച് അനുതാപത്തോടെ ഹല്ലേലൂയ കുറവുകൾ, തെറ്റുകൾ സംഭവിച്ചത് ഒരുമിച്ചൊരു കൂട്ടമായിട്ട് പോകുമ്പോൾ അത് ഹല്ലേലൂയ എവിടെ പിഴവ് വന്നാലും പിഴവാണ്. ദൈവത്തോട് അനുദപിച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ, ദൈവം തന്റെ തീഷ്ണതയെ വെളിപ്പെടുത്തുക. അതുകൊണ്ട് ഇനി മുമ്പിലേക്ക് വരുന്ന പ്രാർത്ഥനകൾ, വിശുദ്ധ സഭാ യോഗത്തിന് വരുമ്പോൾ വെറുതെ വരരുത്. രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി വരരുത്. ദൈവസന്നിധിയിൽ വന്ന് വളരെ യോഗ്യതയോടെ നിങ്ങൾ അടുത്തു വന്നാൽ കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവം ഇവരോട് പറഞ്ഞതനുസരിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങളത് വായിക്കണം. പറഞ്ഞതനുസരിച്ച് അവർ ചെയ്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 19-ാമത്തെ വാക്യം വായിച്ചേ. പെട്ടെന്ന് വാക്യം വായിക്കണം. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ആ ജനത്തിന് ദൈവം അതുവരെ ഇല്ലാത്ത തൃപ്തി കൊടുത്തു. തൃപ്തി ഇല്ലാത്തവരുണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്തൊരു തൃപ്തിയില്ല. എല്ലാം ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് ചെറിയ സന്ദേശം പോലെ തോന്നും, പക്ഷെ വളരെ ഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാം ഉണ്ടെങ്കിൽ ഒരു അതൃപ്തി. സ്തോത്രം. നമ്മുടെ എന്നെ സംബന്ധിച്ച് ശുശ്രൂഷയിലൊക്കെ എനിക്ക് അതൃപ്തി ഉണ്ട്. ഞാൻ തുറന്നു പറയുക, അതൃപ്തിയുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് പകൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, പൂർണ്ണമായ ഒരു തൃപ്തി നിന്റെ ജീവിതത്തിൽ വരുത്തും. ആരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വ്യവസ്ഥയില്ലാതെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യവസ്ഥയില്ലാത്തൊരു ദൂത ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കരമടിക്കും. സത്യമായിട്ട് ഞാൻ പറയാം, എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ തൃപ്തനല്ല, കുടുംബ ജീവിതത്തിൽ തൃപ്തനല്ല, സ്തോത്രം, ഒരു അതൃപ്തി നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത് തരാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പറയുന്നത് അനുസരിച്ച് നിങ്ങൾ കർത്താവിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായ തൃപ്തി, ദൈവം തരുന്ന തൃപ്തി അനുഭവിക്കും. ആ വാക്ക് നിങ്ങളൊരു ദൂതായിട്ട് എടുക്കണം. തൃപ്തി നമ്മുടെ ജീവിതത്തിൽ വരും. സ്തോത്രം. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം വായിച്ചേ. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ
മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. മതി. ഹല്ലേലൂയ. അതിന്റെ അകത്തുള്ള ആശയം ഇത്ര, അതിനകത്തുള്ള ദൂത് ഇതാണ്. അങ്ങനെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ ഇന്ന് വരെ നീ ശാസിച്ചിട്ട് മാറാത്തതിനെ ദൈവം ശാസിച്ചു മാറ്റും. ഒത്തിരി കൈയടിച്ചിട്ട്, ഒത്തിരി ശാസിച്ചിട്ട്, ഒത്തിരി ഉപവസിച്ചിട്ട്, ഒത്തിരി കൽപ്പിച്ചിട്ട് മാറാത്ത ശത്രുവിനെ ദൈവം നിന്നിൽ നിന്ന് മാറ്റിക്കളയും നീ അനുസരിക്കാൻ തയ്യാറായാൽ. ഓരോ വാക്കും നിങ്ങൾ ദൈവ ശബ്ദമായിട്ട് എടുക്കണം. നമ്മൾ ഹല്ലേലൂയ നീക്കിയിട്ട് നീങ്ങാതെ നിൽക്കുന്ന, അലറി വിളിച്ച് വെല്ലുവിളിയോടെ പരിഹാസത്തോടെ നിൽക്കുന്ന ചില പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ, തടസ്സമായി നിൽക്കുന്ന പിശാചിന്റെ കരത്താൽ പ്രയോജനപ്പെടുന്ന മാനുഷികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നീങ്ങാതെ നിൽക്കുന്നതിനെ ദൈവം കൽപ്പിച്ചു മാറ്റും. ഇവർ എപ്പോൾ അനുദപിച്ച് ദൈവം പറഞ്ഞതുപോലെ ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ എപ്പോ വന്നോ ആ നിമിഷം അവരുടെ ജീവിതത്തിൽ തൃപ്തി അനുഭവിക്കാൻ തുടങ്ങി. എല്ലാത്തിനും ഒരു തൃപ്തി വരാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. എല്ലാത്തിനും ഒരു തൃപ്തി വരാൻ തുടങ്ങി. സ്തോത്രം. നിങ്ങൾ ആത്മാവിൽ വചനമെടുത്താൽ ഇത് സ്വീകരിച്ച തെറ്റിപ്പോകച്ചില്ല. എന്നോടാണോ എന്ന് തോന്നരുത്. പ്രാർത്ഥിച്ച് നിങ്ങളോടാണെങ്കിൽ അത് ഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ചിലപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാകത്തില്ല. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, നിങ്ങളെല്ലാം പാപം ചെയ്തു എന്ന് അടച്ചല്ല വചനം പറയുന്നത്. കരുണയും ദീർഘക്ഷമയുള്ള ആ ദൂത് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയോ അതൃപ്തമായ മേഖലകൾ, എവിടെയോ പിശാച് പോരാടുന്ന അനുഭവങ്ങൾ, എത്ര ശാസിച്ചിട്ടും നീങ്ങാതെ നിൽക്കുന്നത് നീങ്ങാൻ ജീവിതത്തിൽ ഒരു ഹല്ലേലൂയ പരിവർത്തനം, അല്ലെങ്കിൽ യഥാർത്ഥമായി ദൈവം പറയുന്നത് പോലെ അനുദപിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മനസ്സിലാകും. ആവർത്തിച്ച് കേട്ടിട്ടും സ്വന്തം വഴിക്ക് നടക്കുന്നവർ കാണും. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ബൈബിൾ ഉണ്ടാക്കി നടക്കുന്നത് പോലെ നടക്കും. വലിയ ആപത്താണ്. ഞാൻ ശരിയെന്ന് നമുക്ക് തോന്നും, ഞാൻ കറക്റ്റാ പോകും, ദൈവം എന്നെ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ ദൈവം ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ പല ആവർത്തി പരിശുദ്ധാത്മാവിൽ കേട്ടിട്ട് നിങ്ങളത് തട്ടിക്കളഞ്ഞുവെങ്കിൽ സത്യമായിട്ട് പറയാം, ഒരു വലിയ പരാജയമാണ്. ദൈവകരം അനുകൂലമായി ചലിക്കത്തില്ല. ദൈവം വെയിറ്റ് ചെയ്യുക, ദൈവം വെയിറ്റ് ചെയ്യുക. ഇന്ന് പകൽ ആ ദൈവം നിന്നോട് പറയുക, ആമേൻ, സ്തോത്രം, നീ ഹല്ലേലൂയ യഥാർത്ഥമായ മാനസാന്തരത്തോടെ അടുത്തു വന്നാൽ നിന്നെ ഞാൻ മാനിപ്പാനിടയായി തീരും. സ്തോത്രം. 21-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വലിയ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കുമോ? നിങ്ങൾ അതുപോലെ ഏറ്റെടുക്കുമോ? എനിക്കറിയത്തില്ല. ഞാൻ വലിയ ആശയ പറയുന്നത്. ദൈവസഭയ്ക്കകത്ത് വലിയ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ആ ജനത്തിന്റെ മധ്യത്തിൽ വൻ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ദൈവത്തിനെ ചെയ്യാൻ പറ്റൂ. എവിടെയെങ്കിലും വൻ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ, വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ നടക്കണമെങ്കിൽ, ഈ സഭയ്ക്കകത്ത് വന്ന് ദൈവജനത്തിന്റെ വലിയ വിടുതലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നമുക്ക് വലിയ അളവിൽ മാനിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മൾ യഥാർത്ഥമായി മാനസാന്തരപ്പെടുക. യഥാർത്ഥമായി മാനസാന്തരപ്പെടണം. ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ കർത്താവിന്റെ കരത്തിൽ നമ്മെ കിട്ടിയാൽ, നമ്മുടെ ഹൃദയം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ശുദ്ധീകരിക്കപ്പെട്ടാൽ അനുഗ്രഹമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ലക്ഷ്യം എന്താന്ന്. അതുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന മെസ്സേജ്. എന്തിനാ ദൈവം പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് എന്തിനെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അതൊക്കെ പോയി അല്ലേ ഹല്ലേലൂയ, അകത്തില്ല. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അധ്വാനിക്കും. എന്തിനാ കർത്താവ് നമ്മളെ ശോധന ചെയ്തത്? നമ്മൾ ചിന്തിച്ചു കർത്താവിന്റെ വിശുദ്ധി നമ്മിൽ വരാൻ. അതൊക്കെ ആഴമായ ചിന്തകളല്ലേ. യേശു കർത്താവിന്റെ വിശുദ്ധി. അപ്പൊ അതാ ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാ. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കണം, ദൈവത്തിന് നമ്മെ നിത്യതയിൽ വെക്കണം, ശത്രു നമ്മുടെ മേൽ വാഴരുത്. ഇതൊക്കെ ദൈവത്തിന് നമ്മിലുള്ള നിർബന്ധമാണ്. പക്ഷെ നമ്മൾ ഹല്ലേലൂയ ദൈവം പറയുന്നത് അനുസരിച്ചല്ല മുമ്പിലേക്ക് പോകുന്നത്. ഈ ജനം ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെടണം, ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്. ഈ നമ്മുടെ ചർച്ച 4 വർഷം കഴിഞ്ഞ് മുമ്പിലേക്ക് പോകുക. പരിശുദ്ധാത്മാവ് പറയാം ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എവിടെയൊക്കെയോ ഹല്ലേലൂയ മാറ്റം വരാതെ ചിലത് ഇന്നും കൊണ്ടു നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു എനിക്ക് നിന്നെ അനുഗ്രഹിക്കണം, എനിക്ക് നിന്നെ മാനിക്കണം, തൃപ്തി തരണം, ശത്രുവിനെ ശാസിക്കണം, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം, നിന്റെ ഭവനത്തിന്റെ അകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യണം. വലിയ നേട്ടങ്ങൾക്കായി ദൈവത്തെ മറന്നല്ല നമ്മൾ ഓടേണ്ടത്, വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ എൻ്റെ വിശ്വാസവും എനിക്ക് ദൈവം തന്ന ഉറപ്പും ഞാൻ പറയാം, ഇതൊക്കെ നമ്മുടെ മധ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ. എനിക്കറിയാം ഒരു കൂട്ടം ഇതിനകത്ത് ഒരുങ്ങും, ചിലർ മാനസാന്തരപ്പെടും, കർത്താവ് നമുക്ക് തൃപ്തി വരുത്തും, കർത്താവ് നമ്മുടെ ഹല്ലേലൂയ നമുക്ക് വിരോധമായ ശത്രുവിനെ ശാസിക്കും. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം. ഞാൻ അതിനുള്ളൊരു ഉറപ്പും കൂടി അവളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഈ ആഴ്ച മുഴുവൻ ഈ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ഓരോ സംഭവങ്ങളുണ്ട്. ഞാൻ അടുത്ത ഭാഗം പറയുമ്പോൾ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി. ആ വിഷയം ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുമെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല.
നമ്മുടെ ഹൃദയത്തിൽ വരാത്ത കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരത്തിൽ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് പറയും, നമ്മുടെ കയ്യടിയും ആരാധനയും ഒക്കെ ഫലവത്താകണം. അതെല്ലാം ദൈവസഭയുടെ അനുഗ്രഹമാണ്. പക്ഷെ അകത്തളങ്ങളിൽ ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി ലാഘവത്തോടെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് മാറ്റിവെച്ചേച്ച് ഓരോ ദിവസവും നിങ്ങൾ ഈ ദൈവസഭയിൽ വരുമ്പോൾ മറക്കരുതേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അത് ഹല്ലേലൂയ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സാഹചര്യങ്ങളെ നോക്കി മാറ്റിവെക്കാതെ അനുസരിക്കാൻ ചുവട് വെച്ചാൽ അനുഗ്രഹം നിന്റെ പുറകെ വരും. ഉറപ്പായ കാര്യമാണ്. സ്തോത്രം. അത് ചെറുതല്ല, വലിയ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ വിശ്വസിച്ച് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ നിങ്ങളെ നോക്കി ഞാൻ വിശ്വാസത്തോടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യത്തക്കവണ്ണം ദൈവം അതിനായി ഒരുങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും തിന്നുകൊണ്ടിരിക്കുന്നതിനെ തമ്പുരാൻ നിർത്തുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചാൽ ഈ പകൽ ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്യുക. ഏറെ കാലം കൊണ്ട് പെയ്യാത്ത മഴ ദേശത്തിന് നാശം വിതയ്ക്കുക. ഇവിടെയല്ല ഞാൻ പറഞ്ഞത്, ആത്മമണ്ഡലത്തിൽ ചിന്തിക്കണം. ദൈവം തടുത്ത മഴ, ദൈവം തടുത്ത നന്മകൾ വരാത്തത് കൊണ്ട് വല്ലാത്ത അരിഷ്ട അവസ്ഥയിലിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് പകൽ പറയുക, ദയയുള്ളവനാണ് ഞാൻ, കരുണയുള്ളവനാണ് ഞാൻ, ദീർഘക്ഷമയുള്ളവനാണ് ഞാൻ. നിന്റെ ഹല്ലേലൂയ കുറവുകളെ മറക്കാൻ ഞാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ തയ്യാറാണ്, അനുഗ്രഹത്തെ നിന്റെ മേൽ പകരാനും ഞാൻ തയ്യാറാണ്. ഒറ്റ കാര്യം നീ ചെയ്യണം, നീ മടങ്ങി വരണം. ഒരു കാര്യം നീ ചെയ്യണം, യഥാർത്ഥമായ മാനസാന്തരം. ആഴത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽ ഏൽപ്പിച്ച് അനുതാപത്തോടെ കണ്ണുനീരോടെ മത്സരങ്ങൾ അവസാനിപ്പിച്ച് സ്വന്തം ബുദ്ധി അവസാനിപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിവാ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതലുകൾ നിന്റെ വീടിന്റെ വാതിൽക്കൽ വരാൻ പോകുക. ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കാൻ പോകുക. അതെന്നോട് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് പറയുന്നു. ചില കൂടാരങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ ഇതുവരെ പ്രയത്നിച്ചിട്ട് നടക്കാത്തത്, പിശാച് അപകരിച്ച നന്മകൾ, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും ചേർന്ന് ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ച് നിർത്തിയതുപോലെ ഏറിയ വർഷങ്ങളുടെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ശക്തിയോടെ നല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അവരോട് പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോ സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ 22-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഹല്ലേലൂയ പച്ച വെക്കാൻ തുടങ്ങി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, പുഷ്ടി പ്രാപിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ ഫലം കായ്ക്കാൻ തുടങ്ങി. അതുവരെ ഇല്ലാത്ത അനുഭവങ്ങൾ മടങ്ങി വന്നു. അതേ തുടർന്നാണ് ഹല്ലേലൂയ നമ്മൾ വായിച്ച വാക്യം. ഹല്ലേലൂയ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഹല്ലേലൂയ അനുദപിച്ചു, ഞാൻ ഹല്ലേലൂയ വെട്ടുക്കിളിയെ ശാസിക്കുക, ചുള്ളനെ ശാസിക്കുക. ആ ജനത്തോട് പറയുക, നിങ്ങൾ ഹല്ലേലൂയ ഞാൻ അയച്ച മഹാസൈന്യ നിമിത്തം നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഞാൻ മടക്കി തരും. എന്നെ ഒന്ന് കേൾക്കണമേ. ആവർത്തിച്ചു കേട്ട് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വിഷയമാണത്. നഷ്ടപ്പെട്ടു പോയ സമയത്തെ കർത്താവ് മടക്കി തരും. എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സമയം നഷ്ടമെന്ന് പറഞ്ഞത്? അവർ അധ്വാനിച്ചു, അവരുടെ ആയുസ് മുഴുവൻ അവർ ഹല്ലേലൂയ പ്രയത്നിച്ചു. ഒരു നീക്കിയിരിപ്പില്ല. ആയുസ് ഹല്ലേലൂയ പ്രയോജനപ്പെട്ടു എന്ന് പറയത്തക്കവണ്ണം ആ കാലഘട്ടത്തിൽ അവർക്കൊരു നന്മയും കിട്ടിയില്ല. ഞാൻ മുഖത്ത് നോക്കി പറയാം, പഠിച്ചിട്ടും ഹല്ലേലൂയ അധ്വാനിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ജീവിതത്തിൽ എൻ്റെ ആയുസ് മുഴുവൻ നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നെങ്കിൽ അത് ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. എന്നിട്ട് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കാരണം ദൈവസഭയ്ക്കകത്ത് ഈ കാര്യം കർത്താവ് പറയുമ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. നഷ്ടപ്പെട്ട സംവത്സരത്തെ നിന്റെ ജീവിതത്തിൽ മടക്കി തരാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ ഒരു അഭിവൃദ്ധിയിലേക്ക് നടത്തി. എൻ്റെ ഭാഷ ഞാൻ പറയാം, 50 വർഷം കൊണ്ട് ഹല്ലേലൂയ പലരും ചെയ്തു തീർത്തത് വരുന്ന 5 വർഷം കൊണ്ട് തീർക്കാൻ കർത്താവ് നിനക്ക് ബലം തരും. 50 വർഷം കൊണ്ട് ലഭ്യമാകാത്ത നന്മകൾ വരുന്ന 5 വർഷത്തിന്റെ അകത്ത് നിന്റെ കരത്തിൽ തരാൻ ദൈവത്തിന് പറ്റും. നിന്റെ വേഗത വർദ്ധിപ്പിക്കാനൊക്കെ ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിയണം. ഒറ്റ കാര്യം, നീ അനുദപിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ആ വെട്ടുക്കിളിയെ ശാസിക്കും. പ്രിയരെ, ഞാൻ പറയാം, പല നന്മകളെയും അപകരിക്കുന്നത് പിശാചല്ല. പല നന്മകളും കൂടാരത്തിൽ കയറാത്തത് പിശാചല്ല, ആഭിചാരമല്ല, മന്ത്രവാദമല്ല. അതുണ്ടെങ്കിൽ ദൈവസഭയുടെ മുമ്പിൽ അത് ചാരമാകും. അത് എത്ര വലിയ പൈശാചിക ശക്തിയാണെങ്കിലും ദൈവസഭയുടെ മുമ്പിൽ അത് ചാരമാകും എന്നത് തർക്കമറ്റ വിഷയമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, പിശാചിനെ ശാസിച്ച് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. കർത്താവ് പറയുന്നു, അനുദപിച്ച് മടങ്ങി വന്നാൽ നിന്റെ ഹല്ലേലൂയ പുതിയ ഒരു സമയത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവരും. എന്നാ ചെയ്യുമെന്നറിയാമോ? നാളിതുവരെ നീ അധ്വാനിച്ചിട്ട് ഫലം വരാത്ത മേഖലയെ വെട്ടുന്ന ഹല്ലേലൂയ ദൈവം അയച്ച തന്റെ സൈന്യത്തെ
കർത്താവ് ശാസിക്കും, മതി എന്ന് പറയും. ദൈവം നിർത്തിയാൽ പിന്നെ ആ വെട്ടുക്കിളി നിന്റെ അരികിൽ വരത്തില്ല, തുള്ളൻ വരത്തില്ല. സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് കാണും. സ്തോത്രം, അധ്വാനിച്ച ചരിത്രം കാണും. എല്ലുമുറിയ പണിയെടുത്ത ചരിത്രം കാണും. എല്ലാം ഹാലിൽ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളെങ്കിൽ സ്തോത്രം ഒരു ശേഷിപ്പില്ല, വർധനവില്ല. ഞാൻ പറഞ്ഞ പോലെ തൃപ്തിയില്ലാത്ത അനുഭവം. സ്തോത്രം, അതിനകത്ത് ഒരു പുഷ്ടിയില്ലാത്ത അനുഭവം. ഒത്തിരി കാര്യങ്ങൾ ആ വാക്യങ്ങൾക്കകത്ത് വാക്കുകളുണ്ട്. ബൈബിൾ വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ച വാക്കുകളാണ്. എന്നോടും നിന്നോടും പറയാൻ എഴുതി വെച്ച വാക്കുകളാണ്. പുഷ്ടിയില്ലാതെ, ഫലമില്ലാതെ തകർന്നിരിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ അത് മടങ്ങി തരാൻ ആവശ്യമായത് സർവശക്തൻ ചെയ്യും. സ്തോത്രം, വിതച്ചു സ്തോത്രം, തളർത്തു വരുമ്പോൾ വെട്ടുക്കിളി ഒന്ന് വിട്ട കൺമുമ്പിൽ തളർത്ത തളിര് കൊണ്ടുപോവുക. കുറച്ച് കഴിയുമ്പോൾ മഴയില്ല, ഉണങ്ങിപ്പോവുക. ഒരു കാരണവശാലും കൊയ്ത്ത് നടക്കുന്നില്ല. അങ്ങനെ ജീവിതം സ്തോത്രം അഭിവൃദ്ധിപ്പെടാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ദൈവത്തിന് ഒരു നിർബന്ധം ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കണം. വെട്ടുക്കിളിയെ ശാസിച്ച്, തുള്ളനെ ശാസിച്ച്, പച്ചപ്പുഴുവിനെ ശാസിച്ച്, ഇതുവരെ പെയ്യാതെ തടുത്തു വെച്ച മഴ പെയ്യിച്ച് നിന്നെ ഒരു അഭിവൃദ്ധിയിലേക്ക് നടത്താൻ, ആത്മമണ്ഡലത്തിൽ എവിടെയാണ് നിനക്ക് മഴ പെയ്യേണ്ടത്, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരേണ്ടത്, അത് ചെയ്യാൻ കർത്താവ് ഒരുക്കമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ആ കളിമണ്ണിനെ പണിയുന്നതിനെ കുറിച്ച് അല്ലേ, എവിടെയൊക്കെ ഞെക്കുമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ചിരിച്ച് ഒക്കെ പോയി. നല്ലൊരു മെസ്സേജ് അത് ഗ്രഹിച്ചാൽ. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലാണ്. അതിന്റെ ഒരു മറുവശമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ചിലതൊക്കെ ദൈവം തടുത്തു വെച്ചത്, ചിലതിനെയൊക്കെ ദൈവം ഹല്ലേലൂയ അപകരിച്ചത്, നഷ്ടത്തിലേക്ക് പോകുമ്പോൾ അതും ഇതും പറയരുത് പ്രിയരെ. ഞാൻ എപ്പോഴും പറയട്ടെ, ഒരു വിഷയം നടന്നാൽ നീയാണ് ആ വിഷയത്തിൽ ദുഃഖിക്കുന്നതെങ്കിൽ ദൈവം നിന്നെയാണ് ടാർഗറ്റ് ചെയ്തത്. സ്തോത്രം, ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുള്ളവർ, സ്തോത്രം, മദ്യപിക്കുന്ന മക്കളുള്ളവർ, സ്തോത്രം, നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുത്. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ വിടുതല, നിന്റെ മാനസാന്തരമാ. നീ യഥാസ്ഥാനപ്പെടാനാ. നമ്മളെപ്പോഴും പറയും, അവനോട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവളോട് പറഞ്ഞാൽ ആര് പറഞ്ഞ കേൾക്കുമെന്ന്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ, അല്ലയോ? വെള്ളയുടെ നമ്മൾ കേൾക്കുന്നില്ല, പിന്നെയാണ് അവൻ കേൾക്കാത്ത കാര്യം പറയുന്നത്. സ്തോത്രം, നമുക്ക് തെറ്റ് പറ്റിപ്പോകരുത്. നമ്മളെയാണ് ദൈവം ടാർഗറ്റ് ചെയ്യുന്നത്. സഭയ്ക്കൊക്കെ തിരിക്കുന്ന നമ്മെ അനുഗ്രഹിക്കണം. അങ്ങനെ നീ ഏൽപ്പിച്ചാൽ അവിടെ എല്ലാം അനുഗ്രഹം വരും. ആ വിഷയങ്ങളിലെല്ലാം കർത്താവ് പരിഹാരമയക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. സ്തോത്രം, ഞാൻ ആത്മാവിൽ ഒരു വാക്ക് പറയാം. ഇന്ന് ദൈവത്തിന് ഇതിനകത്ത് ചിലത് തുറന്നു തരാനുണ്ട് ചിലർക്ക് വേണ്ടി. സ്തോത്രം, ചിലത് തുറക്കാനുണ്ട് ദൈവത്തിന്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലത് ദൈവത്തിന് തുറക്കാനുണ്ട് ചിലരുടെ ജീവിതത്തിൽ. ഉറപ്പിച്ച് ഞാൻ പറയാം. സ്തോത്രം, വലിയ ആത്മീക സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ഏറിയ കാലം കൊണ്ട് അടഞ്ഞ ചിലതിനെ തമ്പുരാൻ ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഒറ്റ കാര്യം, ഈ വചനത്തിന് മുമ്പിൽ നീ നിന്റെ ഹൃദയം തുറന്നാൽ മതി. ആ വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ സ്തോത്രം ഒരു പ്രവാചകനായി നിന്നുകൊണ്ട് പറയാം. ഏറിയ കാലം കൊണ്ട് അടഞ്ഞ ചില ലോക്കുകളെ നിനക്ക് വേണ്ടി ദൈവത്തിന് തുറക്കാൻ ആഗ്രഹമുണ്ട് ഇന്ന് പകൽ. ആ വാതിൽ, ആ ഡോർ, ആ ലോക്ക് തമ്പുരാൻ ഇന്ന് പകൽ തുറന്ന് തരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ദൈവസഭയ്ക്കകത്ത് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ മാത്രം അത് ഏറ്റെടുക്കണം. നിനക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ചിലത് തുറന്ന് തരുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിപ്പാൻ കരുത്തുള്ളവർ ആമേൻ പറ. ഏത് വെട്ടുക്കിളിയും, ഏത് തുള്ളനും, ഏത് പച്ചപ്പുഴു ദൈവകൃപയാൽ നിർത്തലായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയുടെ ഒരു വാതിൽ തുറക്കാൻ ദൈവം അടച്ചതിനെ ദൈവം തുറക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഇതിനകത്തൊന്നും കൂടെ 1-2 ചിന്ത പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഒരു വലിയ വിടുതലാണ് ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അമാല്യക്കാർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ, കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു. മതി, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ ഹല്ലേലൂയ ഭക്തനാണ് ദാവീദ്. ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യനാണ്. വളരെ ശ്രദ്ധിക്കണമേ. എന്തുകൊണ്ട് നമുക്ക് ദൈവം മടങ്ങി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ദൈവം മടക്കി തരും? അതാ നമ്മുടെ ചിന്ത. മടക്കി കിട്ടിയേ പറ്റൂ ചിലത്. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ഒക്കെ മടങ്ങി വരാൻ പോകുക. സ്തോത്രം, മടക്കി ദൈവം തരാൻ പോകുക. സ്തോത്രം. ഇവിടെ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് സ്തോത്രം വലിയ നഷ്ടങ്ങൾ വന്നു. സ്തോത്രം, തന്റെ ഭാര്യ, മക്കൾ, തന്റെ സമ്പത്ത് എല്ലാം ഒറ്റ ദിവസം ശത്രു അപഹരിച്ചു കൊണ്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം, വലുതോ ചെറുതോ ആയ സകലത്തെയും ദൈവം
ദാവീദിന് മടക്കി കൊടുത്തു. വലുതോ ചെറുതോ ആയ. അതിൻ്റെ അകത്തുള്ള ആശയം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ പൈതലാണ് നീയും ഞാനുമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണമേ, എൻ്റെ ഒരു മൊട്ടുപിന്നിന്റെ മേൽ പിശാച് അവകാശം വെക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഈ പകൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ വാക്ക് തന്നെ ഞാൻ പറയുന്നു. എൻ്റെ ഒരു മൊട്ടുപിന്ന് ശത്രു അപഹരിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ പിടിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. തിരികെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഞാനത് നമ്മൾ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ തിരികെ ദൈവം തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെയും വിലപ്പെട്ട ചിന്ത ഞാൻ പറയാം. എന്തുകൊണ്ട് ദൈവം ദാവീദിന് മടക്കി കൊടുത്തു എന്നത് വലിയ ചിന്തയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, ഒരു ആവേശം നമ്മുടെ അകത്ത് വരുന്നില്ല. പലപ്പോഴും ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ വലിയ ദുഃഖമാണ്, ചർച്ചിന് ആ ഭയങ്കര ആവേശം, കരുത്ത് നഷ്ടപ്പെട്ടു, എല്ലാവരും ക്ഷീണിച്ചു. ഞാനിങ്ങനെ നോക്കിക്കാണുക, യുദ്ധം ചെയ്തവരൊക്കെ ഇപ്പൊ ഹല്ലേലൂയ കുന്തവും പിന്നെ പരിചയമൊക്കെ വെച്ചിട്ട് താഴെ ഇരിക്കുക. സത്യം ഞാൻ പറയുന്നത്. ആമേൻ. ഞാൻ നിങ്ങൾ ഇനി എന്നാ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര യുദ്ധം എന്നൊക്കെ നിങ്ങൾ പറയും. ഒരു യുദ്ധവും ഇല്ല. സ്തോത്രം. ഒരു യുദ്ധവും ഇല്ല. സ്തോത്രം. അത് ആത്മാവിലറിയാം. ആത്മാവിലറിയാം നമ്മൾ ശത്രുവിനെ എതിർക്കുന്നതും ആവേശത്തോടെ കരുത്തോടെ നിൽക്കുന്നതും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആമേൻ, പിശാച് കൊണ്ടുപോയാൽ കയ്യും കെട്ടിയിരുന്നാൽ കിട്ടത്തില്ല. കയ്യും കെട്ടിയിരുന്നാൽ കിട്ടത്തില്ല. അവിടെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ചെറുതും വലുതുമായ സകലത്തെയും ദാവീദ് വീണ്ടും കൊണ്ടുവന്നു. ദൈവം അവനെ സഹായിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നിന്നിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന്, സഭയിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് ശത്രു കൊണ്ടുപോയ മുഴുവൻ ഒരു മൊട്ടപ്പിന്നാകട്ടെ തിരികെ പിടിച്ചേ പറ്റത്തുള്ളൂ. അത് തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ തിരികെ പിടിക്കാൻ തയ്യാറാകണം. ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു, ആ ജനത്തിന് നഷ്ടപ്പെട്ട ദൈവം കൊടുത്ത്. എന്തുകൊണ്ട്? യഥാർത്ഥമായ മാനസാന്തരം. സ്തോത്രം. യഥാർത്ഥമായ ആ ഹൃദയത്തെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ സകലതും സ്തോത്രം ദൈവം കൊടുത്തു. കാര്യം എന്നാണെന്നറിയാമോ? അത് ദൈവമാണ് മഹാസൈന്യത്തെ അയച്ചത്, ദൈവമാണ് വെട്ടുക്കിളി അയച്ചത്, അത് ദൈവമാണ് മഴയെ തടുത്തത്. ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ബിനിൽ പാസ് കിടന്ന് യേശുവിന്റെ നാമത്തിൽ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ യേശുവിനോടല്ലേ പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ കരമിടെന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനോടല്ലേ പറയുന്നത്? യേശുവിനോട് എന്ന് കൽപ്പിക്കാൻ പറ്റുമോ നമുക്ക്? കർത്താവേ, ഇപ്പൊ നീ കരമെടുക്കണം. ഇന്ന് ഉപവാസത്തിന്റെ 21-ാം നാളാണ്. ഈ സഹോദരിയുടെ മേൽ കിടക്കുന്ന കെട്ട് പൊട്ടട്ടെ എന്ന് പറഞ്ഞ എവിടെ പൊട്ടാനാ? ആ പുള്ളി കർത്താവ് വിവരം വെളിപ്പാടുള്ളവരുണ്ടെങ്കിൽ ചെവിയിൽ പറഞ്ഞിരടാ, അത് ഞാൻ വച്ചിരിക്കുന്നത്, നീ തുപ്പിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ എടുക്കൂല എന്ന് പറയും. അവിടെ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, ക്രമീകരിക്കണം. അല്ലെങ്കിൽ ആ പച്ചപ്പുഴും തുള്ളനും പറന്നു വന്നുകൊണ്ടേയിരിക്കും ആയുസ് മുഴുവൻ. ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞ്, കയ്യടി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല, സഭ വിട്ട് പോയിട്ടും കാര്യമില്ല. ആമേൻ. സ്തോത്രം. ഒന്നും നടക്കത്തില്ല. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, ഇത് ശത്രു കൊണ്ടുപോയതാ. ദാവീദിന്റെ നന്മയെ ശത്രുവാ കൊണ്ടുപോയേ. ശത്രു കൊണ്ടുപോയി. സ്തോത്രം. പക്ഷേ എനിക്ക് വായിച്ചപ്പോൾ സന്തോഷം തോന്നി. കൊണ്ടുപോയതിൽ വലുതും ചെറുതും അങ്ങനെയൊക്കെ എടുത്ത് എഴുതിയിരിക്കുന്നില്ലേ ഒരു ആശ്ചര്യം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടുവന്നെന്ന് ഒരു വാക്കങ്ങ് എഴുതിയാ പോരെ? നമുക്കൊരാവേശമാണ്, വലുതും ചെറുതും. അങ്ങനെയെങ്കിലും ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പറഞ്ഞു, പിശാചിന്റെ ഒരു ചെറിയ നന്മയെ പോലും ഞാൻ തരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. സ്തോത്രം. നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ തിരികെ പിടിക്കാൻ കർത്താവ് അവസരം തരും. അതിനുള്ള കരുത്ത് നമുക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇവിടെ ഹല്ലേലൂയ ദാവീദ് ഇതിന്റെ പശ്ചാത്തലത്തിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ദാവീദും കൂട്ടരും സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് അമാലേക്കർ വന്ന് എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. പെട്ടെന്നൊരു പ്രതീക്ഷിക്കാത്ത വലിയ നഷ്ടം അവരുടെ ജീവിതത്തിൽ വന്നു. ശത്രു കയറി കൊള്ളയിട്ടതാ. അത് വലിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാ. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഇതുപോലെ ചിലത് സംഭവിക്കും. ശ്രദ്ധയോടെ കേൾക്കണേ. ഹല്ലേലൂയ. നമ്മളൊന്ന് ആത്മാവിൽ ആരാധിച്ച് നല്ല വിടുതലോടെ പോകും. ഞാൻ പ്രതീക്ഷിച്ച ഒരു ഉണർവ് ഇതിനകത്ത് വരുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന എനിക്കറിയാം. നന്നായിട്ട് ആത്മാവ് നടത്തുന്നത് എനിക്കറിയാം. ഒരു നടത്തിപ്പുള്ളതും ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ സംസാരിക്കുന്നതും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ. പിശാചെല്ലാം അല്ലെങ്കിൽ ശത്രു എല്ലാം കൊണ്ടുപോയി എങ്കിലും ദാവീദെല്ലാം തിരികെ പിടിച്ചു. എല്ലാം എന്ത് ചെയ്തു? തിരികെ പിടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ പറയണം, പോയത് സാരമില്ല, നമ്മൾ തിരികെ പിടിക്കും. പോയത് സാരമില്ല, തിരികെ പിടിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, പോയത് സാരല്ല, നമുക്ക് തിരികെ പിടിക്കാം. ആ പറച്ചിൽ കാണുമ്പോഴേ അറിയാം. ആ കയ്യൊക്കെ പിടിച്ച് കുലുക്കിയേച്ച് പറയണം. എടാ, ആ ഒരു അധികാരം ഉണ്ട്, കുലുക്കിയേച്ച് പറയണം. നിനക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം. അതൊക്കെ ഒരു ആവേശം കയറണം. പിശാച് ഒരു മൊട്ടപ്പിന്റെ പോലെ എന്റേത് നീ. ഞാൻ കഴിഞ്ഞ ദിവസം ഏറെ മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരിടത്ത് പ്രസംഗിച്ചു. ഈ
സിംശോനെ കൊണ്ട് മാവാട്ടിച്ചു. സിംശോനെ കൊണ്ട് ക്ഷേത്രത്തിൽ മാവാട്ടിച്ചു അഭിഷേകം പോയപ്പോ. അപ്പൊ അവൻ തീരുമാനിച്ചു, ഞാൻ ആട്ടുന്ന മാവ് കൊണ്ട് നീ തിന്നത്തില്ല. ഞാൻ അത് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അരിശമൊക്കെയാണ്. ഞാൻ ആട്ടിയ മാവ് കൊണ്ട് നീയൊക്കെ അപ്പം തിന്നത്തില്ല. കാര്യം എന്താണെന്നറിയോ? കർത്താവിനോട് കണ്ണുനീരൊഴുക്കി അഭിഷേകത്തെ തിരിച്ചു പിടിച്ചേച്ച് തൂണിനെ വലിച്ചു മറിച്ച് എല്ലാത്തിനും തീർത്തേച്ചാ പോയെ. അങ്ങനെ ഒരു മനോഭാവമായിരിക്കും ഓരോ വിശ്വാസിക്കും. അല്ലാതെ നിന്റെ ആരോഗ്യവും നിന്റെ പൈസയും വെച്ച് അവൻ ജീവിക്കരുത്. നിന്നെ തട്ടിക്കളിച്ചിട്ട് അവൻ സന്തോഷിക്കരുത്. ദൈവസഭയിൽ ആരാധിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് അങ്ങനെ കളിക്കാൻ അനുവദിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ കൈകെട്ടിയിരുന്നാൽ അയ്യോ ഭാവം തോന്നുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അയ്യോ ഭാവം തോന്നി നമ്മളെ നമ്മളെന്നാൽ യഥാർത്ഥമായി ദൈവ പൈതലാണെങ്കിൽ നമുക്ക് വരുന്ന അനർത്ഥത്തിൽ ദൈവം ഇടപെട്ടിരിക്കും, ശക്തിയോടെ ഇടപെട്ടിരിക്കും. അതുകൊണ്ട് തീരുമാനിക്കണം, എവിടെയൊക്കെയോ പിശാച് വച്ച നന്മകൾ, പിശാച് തടുത്ത നന്മകൾ, അപകരിച്ച നന്മകൾ ഇന്ന് പകൽക്കാലം ദൈവസഭ തിരിച്ചു പിടിക്കും. പ്രിയരെ, ഞാൻ ഈ പറയുന്ന എൻ്റെ ഹൃദയത്തിന്റെ ഭയങ്കര ഒരു ആഗ്രഹം, അത് എൻ്റെ ജീവിതത്തിലല്ല, ഇവിടെ ആരാധിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കകത്ത് അവർ തക്ക സമയത്ത് അതത് സമയങ്ങളിൽ അനുഭവിക്കേണ്ട നന്മകൾ, ഓരോ വ്യക്തികളും അതത് സമയത്ത് അനുഭവിക്കേണ്ട നന്മകൾ ആ സമയത്ത് അനുഭവിക്കണം. പക്ഷെ പല കുടുംബങ്ങൾക്കകത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ല. തുറന്ന് പറയുക, പലയിടത്തും ഒരുപാട് വിടുതലുകൾ കർത്താവ് ചെയ്തു, അതിനൊന്നും ഞാൻ തൃപ്തനല്ല. അവള് പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ തൃപ്തനല്ല. സ്തോത്രം. അതല്ല ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ. ദൈവം നിർണയിച്ച, ഞാൻ പറഞ്ഞല്ലോ, വൻകാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. വെറുതെ പറഞ്ഞ് നമ്മൾ കൈയടിക്കരുത്. ഉറ്റുനോക്കണം, ഓരോ ഭവനത്തിലും വലിയ വലിയ കാര്യങ്ങൾ നടക്കണം. ഓരോ ദിവസവും ജനം എന്ന് പറയാൻ തുടങ്ങണം. നമുക്ക് ഹല്ലേലൂയ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, നമുക്കൊന്നും ഹല്ലേലൂയ പരസ്പരം എത്ര കൈത്താങ്ങിയാലും ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഓരോ വീട്ടിൽ നടക്കണം. അവർ യഥാർത്ഥ അതിശയമായി മാറണം. അത് ചെയ്യാൻ കരുത്തുള്ളൊരു കർത്താവുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ മറുവശത്ത് നിറയെ നന്മകൾ. നിങ്ങൾക്കറിയാം, ദാവീദിന്റെ ഒരു വലിയ പ്രത്യേകത, അവന്റെ അവസാന സമയം അവൻ പറയുമ്പോ ആലയം ഉണ്ടാക്കാൻ വേണ്ടി അവൻ ശേഖരിച്ചത് നിങ്ങൾ കണ്ടോ? ആലയം ഉണ്ടാക്കാൻ അവൻ ശേഖരിച്ചു വെച്ചത് കണ്ടോ? ദൈവം പറഞ്ഞു, നീ പണിയണ്ട, പക്ഷെ അവന് ആലയത്തെ കുറിച്ചുള്ള എരിവ്, എനിക്കൊരു വീടുണ്ട് പക്ഷെ ആലയം ശൂന്യന്നൊക്കെ എന്നെ അത് ചിന്തിപ്പിച്ചു കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ള ഒരുത്തന്റെ നന്മ എടുത്തോണ്ട് പോയ ദൈവം മിണ്ടാണ്ടിരിക്കൂ. സ്തോത്രം. അതിനി അവസാനം പറയാൻ സമയമില്ലാത്തോണ്ട് പറഞ്ഞതാ. അങ്ങനെയുള്ളവന്റെ നന്മയെ തൊട്ടാ പിശാച് നീ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് പോകും, പക്ഷെ നീ നിന്റെ വീട്ടിൽ കൊണ്ട് കയറത്തില്ല. സ്തോത്രം. അതൊക്കെ ഞാൻ ചിരിച്ചോണ്ട് പറയുന്നത് ഗൗരവത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കണം. സ്തോത്രം. ആ അഭിഷക്തന്റെ നന്മ കൊണ്ടുപോകുക. ഇവിടെ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ സ്തോത്രം, വലിയ നഷ്ടമാ ദാവീദിന് വന്ന്, സങ്കല്പിക്കാൻ പറ്റാത്ത നഷ്ടം. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മൾ സ്വപ്നം കണ്ടാൽ, ഇങ്ങനെ സ്വപ്നം കണ്ടാൽ നമ്മൾ തകരും. എൻ്റെ ഭാര്യയും പിള്ളേരെയും ശത്രു പിടിച്ചുകൊണ്ട് പോയി, എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ സ്വപ്നം കണ്ടാൽ മതി. എൻ്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്ക് അവർ ചിരിക്കുന്നു. അങ്ങനെ കണ്ട അന്ന് ഞാൻ സന്തോഷിക്കുന്നു. സ്തോത്രം. ഓ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. കുറേ കാലങ്ങളുള്ള കണ്ണുനീര് കണ്ടു. അങ്ങനെ സ്നേഹിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സ്നേഹമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്തോത്ര. കർത്താവ് കഴിഞ്ഞ ആഴ്ച ദൂത് പറഞ്ഞായിരുന്നു, ബാധ ഒഴിഞ്ഞ് അത് സംഭവിച്ചാൽ നമ്മൾ സ്തോത്രം ചെയ്യും. പക്ഷെ എനിക്കങ്ങനെ പറ്റത്തില്ല. ആമേൻ അല്ലേ? അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരുന്ന അനർത്ഥം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. എൻ്റെ ചിന്ത എന്തുകൊണ്ട് ദാവീദിനെ മടക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. സ്തോത്രം. വലിയ നഷ്ടം വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഭാര്യയും മക്കളും ശത്രു കൊണ്ടുപോയി. ഇവൻ തിരിച്ചു വന്നപ്പോൾ മൊത്തം ചാരമായി കിടക്കുക. നിങ്ങളൊന്ന് സങ്കല്പിച്ച അവസ്ഥ. അവിടെ എഴുതിയിരിക്കുന്നത്, ബലമില്ലാതാകുവോളം ദാവീദ് കരഞ്ഞു. കാര്യം എന്നതാ? അത്ര വലിയ നഷ്ടമാണ്. നഷ്ടത്തിന്റെ ആഴം അത്രയുണ്ട്. ബലമില്ലാതാകുവോളം ദാവീദ് കരഞ്ഞു. സ്തോത്രം. ഇവിടുത്തെ ആ സിറ്റുവേഷൻ നിങ്ങളുടെ അകത്ത് വരണം. ഈ കരച്ചിൽ അലറി വിളിച്ച് ദാവീദ് കരയുമ്പോൾ ഉറ്റ മിത്രങ്ങളെല്ലാം കൂടി അവനെ കല്ലെറിയാൻ ശ്രമിക്കുക, കല്ലെടുത്തിട്ട് അവനെ എറിയാൻ ശ്രമിക്കുക. ഞാനിത് എങ്ങനെ പ്രസംഗിച്ചാലും നമുക്കതിന്റെ ആഴത്തിലെത്താൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ പ്രസംഗിച്ചാലും നിങ്ങൾ കഥ കേൾക്കും പോലെ കേൾക്കും. പക്ഷെ ആ സ്ഥലത്ത്, ആ സൈറ്റിൽ നിങ്ങൾ എത്തിയേ. സ്തോത്ര. ദാവീദിന്റെ അവസ്ഥയെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിക്കുന്ന അനുഭവം. എവിടെ എൻ്റെ ഭാര്യ, എവിടെ എൻ്റെ മക്കൾ, എല്ലാം ഒറ്റ ദിവസം നഷ്ടപ്പെട്ട് അലറി വിളിച്ച് ബലമില്ലാതാകുവോളം കരയുന്ന മനുഷ്യനെ കൂടെ നിന്ന പ്രിയപ്പെട്ടവർ കല്ലെറിയ. കാര്യം എന്നാന്നറിയാമോ? അവർ പറയുന്ന ദൂത് എന്നാന്നറിയാമോ? നീ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇറങ്ങിയത് അല്ലേ? നീ പറഞ്ഞിട്ടാ നിന്റെ കൂടെ നിന്നത്, നീ പറഞ്ഞിട്ടാ ഞാൻ വിശ്വസിച്ച് ഇറങ്ങിയത്. സ്തോത്രം.
ആമേൻ. നമ്മളൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്ത് സ്നാനമൊക്കെ പെട്ട് കഴിഞ്ഞാൽ അടുത്ത കഷ്ടത വരുമ്പോൾ കണ്ണുരുട്ടിക്കൊണ്ട് നമ്മളെ മണ്ടയ്ക്ക് നോക്കും. സ്തോത്രം. പിന്നെ ഉത്തരവാദിത്വമൊക്കെ ആർക്കാ? ദൈവസഭയ്ക്കാ. ആമേൻ. സ്തോത്രം. പിന്നെ കണ്ണുരുട്ടുമ്പോൾ നമുക്കറിയാം നേരോടെ നടക്കുന്നവനെ ദൈവം കരുതും, അല്ലേ? സ്തോത്രം. അതിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഇവരെല്ലാം കുറ്റപ്പെടുത്തി, നീ കാരണം എൻ്റെ കുടുംബം തകർന്നത്, എനിക്കിന്ന് കുടുംബമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കല്ലെടുത്തവൻ എറിയാൻ നോക്കുക. ഈ സമയത്ത് ദാവീദിന്റെ മനോനില നിങ്ങൾക്കൊന്ന് അളക്കാൻ പറ്റുമോ? അവന്റെ ഇമോഷൻ, അവന്റെ വികാരങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. എന്തുകൊണ്ടാണ് ദാവീദ് മടക്കി പിടിച്ചത്? എന്തുകൊണ്ട് മടക്കി പിടിച്ചു? എന്തുകൊണ്ട് ദാവീദിന് മടക്കി പിടിക്കാൻ പറ്റി? അവന്റെ കാലിൽ തീവ്രമായ ആമേൻ സ്തോത്രം മനോനില തെറ്റിപ്പോകുന്ന സമയമാണ്. എടുത്തു ചാടാൻ ഏറ്റവും ശക്തിയുള്ള, എടുത്തു ചാടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചാടിപ്പോകുന്ന ഒരു സാഹചര്യം. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ തീരുമാനം ജഡത്തിൽ നിന്ന് വന്നില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പറയാലോ, പ്രസംഗിക്കാൻ എളുപ്പമാ. ഞാൻ അതാ പറഞ്ഞത്, അങ്ങനത്തെ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയി. പെട്ടെന്ന് നമ്മുടെ ഇമോഷൻ, ആമേൻ സ്തോത്രം, ഈ നമ്മുടെ വികാരത്തെ പിശാച് ഭയങ്കരത്ത് ഉപയോഗിക്കുമെന്ന് തിരിച്ചറിയണം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മക്കളെ. വികാരത്തിൽ നമ്മളെ ചലിപ്പിക്കാൻ പിശാചിന് ആഗ്രഹം. കാര്യം എന്നാണെന്നറിയാമോ? സെക്കൻഡ് വെച്ച് നമ്മളെ തകർക്കാൻ പറ്റും. വികാരത്തിൽ തീരുമാനം എടുക്കരുത്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവൻ അങ്ങനെ പറഞ്ഞ, എന്നിട്ട് നീ അത് കേട്ടിട്ട് മിണ്ടാതെ വന്ന. കണ്ടിട്ടുണ്ടോ? സംസാരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശാന്തമായിട്ടൊന്ന് പറയും, അവൾ എന്നെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ അവൾ, എന്നിട്ട് അത് കേട്ടിട്ട് നീ മിണ്ടാതെ ഇനി വന്ന. കണ്ട് എരിവ് കയറ്റി തന്നുണ്ട്. ഓടം ഫോൺ എടുത്ത് വെച്ച്, ആര് തോറ്റു? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കുടുംബങ്ങൾ തകരുന്ന എങ്ങനെയാ? പെട്ടെന്ന് വരുന്ന ആ സാഹചര്യത്തിൽ വരുന്ന ഇമോഷനെ നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ. ഇവിടെ ദാവീദിൽ നിന്ന് പഠിക്കേണ്ട ഭാഗം വളരെ കൃത്യമാണ്. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രയും കരച്ചിൽ, ഇത്രയും നിലവിളി, നമ്മളൊക്കെ ഒരു 100 പിറവിറുപ്പ് കഴിയും ആ സമയത്ത്, അല്ലേ? കൂടെ നിന്ന ഉറ്റമിത്രങ്ങൾ കല്ലെറിയുക. പക്ഷേ അദ്ദേഹം ചെന്ന് മുട്ടുമടക്കുക ദൈവസേനയിൽ, ദൈവ ആലോചനയ്ക്ക്. അദ്ദേഹം പറയുന്നത്, ഇവിടെ ഞാൻ ചലിക്കണമെങ്കിൽ ദൈവം പറയണം. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നമ്മുടെയൊക്കെ ലൈഫിൽ പിശാച് പെട്ടെന്ന് തോൽപ്പിക്കുന്ന മേഖല നമ്മുടെ വികാരത്തെ ഉണർത്തുമ്പോൾ. പലരും ഹല്ലേലൂയ സഭ വിട്ടു പോണത് എന്തുകൊണ്ടാ? നമ്മൾ ഹല്ലേലൂയ ഒരു ചെറിയ വിഷയമായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ആ വേദന, ആ ഇമോഷനെ ഇളക്കി അതിനെ വലുതാക്കാൻ പിശാചിന്റെ ഏജന്റുമാരുണ്ട്. സ്തോത്രം. പിശാചിന്റെ ഏജന്റുമാരാ. നമ്മുടെ ഇമോഷനെ കുത്തിപ്പോക്കുന്നത് പിശാചിന്റെ ഏജന്റാ. നമ്മളെ കൊണ്ട് പെട്ടെന്ന് സംസാരിപ്പിക്കും, പെട്ടെന്ന് പ്രവർത്തിപ്പിക്കും, ദൈവത്തിന്റെ പദ്ധതിയെ മുടക്കും, നമ്മളെ എടുത്ത് ചാടിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ. ദാവീദ് അവിടെ ഇവരോട് ചോദിച്ചിട്ട്, എടാ അങ്ങനെയൊക്കെ അവർ എറിയാൻ നിൽക്കുക, എറിയരുതേ എറിയരുതേ, നിങ്ങൾ പറ, നമുക്ക് പിന്നെ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചിരുന്നെങ്കിലോ അവൻ തിരികെ പിടിക്കോ? ഇവന്റെ മനസ്സിന്റെ വേദനയിൽ, ഇവന്റെ ദുഃഖത്തിനനുസരിച്ച് ഇവൻ എടുത്തു ചാടിപ്പോയെങ്കിൽ ഇവന്റെ നന്മ തിരികെ പിടിക്കാൻ പറ്റുമോ? പക്ഷെ ആ പ്രതിസന്ധിയുടെ നടുവിൽ തീച്ചൂളയ്ക്കകത്ത് മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണോ? സത്യസന്ധമായി ഞാൻ പറയട്ടെ, ആ നഷ്ടത്തിന്റെയും വേദനയുടെയും കഠിനമായ ശോധനയുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏറ്റവും കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ നീ മനസ്സ് വച്ചാൽ ദൈവത്തിന് രണ്ടാമതൊരു മറുപടി പറയാനില്ല. ദൈവത്തിന് പറയാനുള്ളത്, നീ മുമ്പോട്ട് പോ, നഷ്ടപ്പെട്ടത് മുഴുവൻ നിന്റെ കൈവെള്ളയിൽ ഞാൻ തരും, നഷ്ടപ്പെട്ടത് മുഴുവൻ. എന്നാൽ പിശാചിന്റെ പദ്ധതി എന്നാന്നറിയാമോ? ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അനുവദിക്കത്തില്ല, ദൈവത്തോട് ആലോചന ചോദിക്കത്തില്ല. ഈ സമയം അതിനേക്കാൾ വലിയ കഷ്ടം, ഈ പ്രശ്നത്തിൽ നമ്മൾ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും അതിനെ ഈ തീക്കകത്ത് പെട്രോൾ ഒഴിക്കും പോലെ വന്ന്, മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഒറ്റ വാക്കായിരിക്കും, കത്തിച്ചേച്ചു പോകും. അത് ഭയങ്കര പിശാചിന്റെ തന്ത്രം. കുടുംബജീവിതം നയിക്കുന്നവർ ശ്രദ്ധിക്കണം, ശുശ്രൂഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഉയർച്ചയെ മൊത്തം തീർക്കാൻ ഇതുപോലത്തെ പരിപാടിയായിട്ട് പിശാച് നിൽക്കും, ഉയർന്നു കയറാതിരിക്കാൻ, ഒരിക്കലും നന്മ പ്രാപിക്കാതിരിക്കാൻ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കുഴപ്പമില്ല, ചില കാര്യങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം പാസ്റ്റർ പറയുന്നത് കൊള്ളാം എന്നുള്ള എടുത്തോ, ബാക്കി ഇവിടെ വച്ചിട്ട് പോയാൽ ഞാൻ എടുത്തോളാം. ആമേൻ. നിങ്ങൾ മക്കളോടൊക്കെ ഞാൻ പറയുന്നു, ഇമോഷൻ അനുസരിച്ച് പ്രതികരിക്കരുത്, തീരുമാനം എടുക്കരുത്. ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിന്റെ സമയത്ത് ശാന്തരാകണം. എടുത്തിയാടി തീരുമാനം എടുക്കരുത്, പ്രഖ്യാപിക്കരുത്, സംസാരിക്കരുത്. അവിടെ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഇത്ര വലിയ പ്രശ്നം ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ വലിയ വിഷയം എനിക്ക് വന്ന് ഞാൻ എന്ത് ചെയ്യണം?
എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ പ്രയാസമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന വലിയ ടെൻഷൻ്റെയും ആ ഇമോഷൻ്റെ ആധിക്യത്തിൽ നാവെടുത്ത് നന്നായിട്ട് സംസാരിച്ചില്ലേ? ജയിച്ച എത്ര പേരാ ഉള്ളേ? ജയിച്ച എത്ര പേരാ ഉള്ളേ? ജയിച്ച ചരിത്രമില്ല. നമ്മളെടുത്ത തീരുമാനങ്ങളെ പരിശോധിക്കണം. ഇന്നും ഹല്ലേലൂയ ആ ഇമോഷൻ അനുസരിച്ചല്ലേ നമ്മൾ പോകുന്ന ആത്മീക ജീവിതം പോലും. നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾക്കനുസരിച്ചല്ലേ ദൈവവചനം അനുസരിക്കുന്നതും അനുസരിക്കാത്തതും. ആ മണ്ഡലത്തിലല്ലേ പിശാച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകൾ, സങ്കല്പങ്ങൾ, ആമേൻ സ്തോത്രം, ഇത് പിശാചിന്റെ തന്ത്രമാണ്. ജീവിത സാഹചര്യത്തിൽ അവൻ ഹല്ലേലൂയ തകർക്കാതിരിക്കണമെങ്കിൽ ശക്തമായൊരു തീരുമാനം ഉണ്ടാകണം. എനിക്കൊരു ദൈവമുണ്ട്, എന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവഹിതം എന്തെന്ന് എനിക്കറിയണം. ഞാൻ എന്തിനാ ഈ പറയുന്നതെന്ന് അറിയാമോ? ഈ ദിവസങ്ങളിൽ ആമേൻ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വരേണ്ടിയ സകല നന്മയും ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. എടുത്തു ചാടി നന്മയെ കളയരുത്. എടുത്തു ചാടി ശത്രുവിൻ്റെ ആശ ആമേൻ ഹല്ലേലൂയ നടക്കാൻ നീ അനുവദിക്കരുത്. എടുത്തു ചാടി പരാജയപ്പെടരുത്. ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം എന്നാണെന്നറിയാമോ? ഇവിടെ കല്ലെറിയോ ഇവിടുത്തെ സാഹചര്യമോ കരച്ചിലോ ഒന്നുമല്ല ദാവീദിന്റെ വിഷയം. ദാവീദിന്റെ വിഷയം നഷ്ടപ്പെട്ടത് തിരികെ എടുക്കണം. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ സാഹചര്യം അല്ല നമ്മുടെ പ്രശ്നം. അവനും അത് പറഞ്ഞു, അവരത് ചെയ്തു, ഇത് ചെയ്തല്ല പ്രശ്നം, ചെയ്തതല്ല വിഷയം. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് വേണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് കിട്ടണം. എല്ലാവരെയും ഒതുക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. ഒന്ന് വ്യക്തതയോടെ തിരിച്ചറിയണം. എല്ലാവരെയും ഒതുക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മേൽ പിശാചിന് ആധിപത്യം പാടില്ല. നമുക്ക് നഷ്ടപ്പെട്ടോ അത് നമുക്ക് തിരികെ കിട്ടണം. നമ്മുടെ ലക്ഷ്യം അതാ. ഇവരവിടെ ഹല്ലേലൂയ കല്ലെറിയും, അതൊക്കെ ചെയ്യും. പക്ഷെ ഇവ മുട്ടുമടക്കിയപ്പോൾ അവന്മാരുടെ നഷ്ടപ്പെട്ടതും കൂടെ തിരിച്ച് കിട്ടി. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുമ്പോഴേ ഈ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം അടുത്തു, മരണം ഉറപ്പിച്ചു. വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ വരാൻ താല്പര്യമുള്ളവരടുത്തും കൂടെ പറയുക. അതുകൊണ്ട് ഈ 12 എണ്ണത്തിൽ 3 എണ്ണത്തിന് ഒരുപാട് സ്നേഹിച്ചു. 3 പേരെ ഒരുപാട് സ്നേഹിച്ച് വെച്ച് വലിച്ചുകൊണ്ട് ഗതസമനെ ചെന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് വല്ലാത്ത പ്രശ്നമാണ്, ഇനി എവിടേക്കും കഷ്ടതയുടെ നാളുകളാണ് വരാൻ പോണേ, കുറച്ചൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാനിത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം, ഒരു വികാരവും നിങ്ങൾക്ക് വരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയേ. ഒരു വലിയ ഹല്ലേലൂയ വിഷയമാണ്. കർത്താവ് എന്തോരം കൊതിച്ചു അല്ലേ പ്രാർത്ഥന. ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ആഴ്ച പോയിട്ട് എത്ര പേരാ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉള്ളേ? എന്നെയൊക്കെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കറിയത്തില്ല. പ്രാർത്ഥന വേണമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ ചിന്തിച്ചപ്പോൾ എന്നാണെന്നറിയോ, കർത്താവ് ഈ അതിദുഃഖത്തോടെ യവന്മാരടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പുള്ളി പോയി കിടന്ന് കരയുക. തിരിച്ചു വന്നപ്പോൾ യവന്മാരടന്ന് ഇവരോടൊക്കെ എന്ത് ദൂത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ വേദന പോലും ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവർ പറഞ്ഞിട്ട് എന്നാ കാര്യം? പറഞ്ഞാലും നമ്മൾ കിടന്നുറങ്ങും. നമ്മൾ എല്ലാ ആഴ്ചയും ആവർത്തിച്ച് പറയുന്ന കാര്യം അല്ലേ? ഇന്ന് ഈ സന്ദേശം കേൾക്കുക, നമുക്കതിൻ്റെ മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഗൗരവം നമ്മൾ പലപ്പോഴും മനസ്സിലാകത്തില്ല. ഞാൻ ഇപ്പം ചിന്തിച്ച്, കർത്താവിനോട് കൂടെ കൊണ്ടുനടന്ന ശിഷ്യന്മാർക്ക് അതിന് പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊക്കെയാ കാര്യം. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് മുഴങ്കാലിലിരുന്നു. ആരുറങ്ങിയാലും ഇല്ലെങ്കിലും കർത്താവിനറിയാം, കർത്താവ് പ്രാർത്ഥിക്കണം, കർത്താവ് ഇതിനെ അതിജീവിക്കണം, ഇതിനെ ജയിക്കണം. ആമേൻ. അദ്ദേഹം അത് കാര്യഗൗരവത്തോടെ ആരെയും നോക്കാതെ ചെയ്തപ്പോൾ നമുക്കെല്ലാം വിടുതൽ കിട്ടി, നമുക്കെല്ലാം രക്ഷ കിട്ടി. ഞാൻ പറഞ്ഞ ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും നീ ചെയ്യണം. അതിനൊരു ആത്മഭാരം ഉണ്ടെങ്കിലേ പറ്റൂ. അതിനൊരു ആത്മഭാരമില്ലാതെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ പറയണം, നമ്മുടെ അകത്തൊരു ലക്ഷ്യമുണ്ടാകണം. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ആരെന്നാ പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ഉദ്ദേശമുണ്ട്, നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ വേണം. പിശാച് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. അതിന് അവരോട് അഭിപ്രായം ചോദിച്ചാൽ പറ്റത്തില്ല. ചിലർക്കൊക്കെ ഉണ്ട്, ഒരു ആത്മീക തീരുമാനം എടുക്കണമെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ചിലർ അഭിപ്രായം പറയണം. വിളിച്ച് ചോദിക്കും, എടേ എന്ത് ചെയ്യാം ഇങ്ങനെ പറയണ്? ആത്മീയ വിഷയം ഞാൻ അതൊന്നും പൂരിപ്പിക്കുന്നില്ല. ഇനി നമ്മൾ പറയും ഞങ്ങളെ കുത്തിയെന്ന് കറക്റ്റായിട്ട്. ഞാൻ ഫോൺ ചെയ്യുന്നത് പാസ്റ്റർ എവിടെയോ നിന്ന് കണ്ടെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു പോകുന്നത്. അതൊക്കെ ദൂതായി വരുന്നതാണ് ചില സമയത്ത്. ഉള്ള കാര്യമാണ് പറയുന്നത്. ആമേൻ. അപ്പം അവർ പറഞ്ഞാലേ പുള്ളിക്കാരൻ അനുസരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരി അനുസരിക്കും. ആ വ്യക്തി പറയണം, നമ്മുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിൻ്റെ താക്കോൽ ആരുടെയും കൊടുക്കല്ലേ, ആരുടെയും കൊടുക്കല്ലേ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ താക്കോൽ നിനക്കൊരു തീരുമാനം വേണം. നിന്റെ വിടുതൽ നിന്റെ തീരുമാനമായിരിക്കണം. നിന്റെ കുടുംബത്തിന്റെ വിടുതൽ നിന്റെ തീരുമാനമായിരിക്കണം. 100 പേർ പറയുന്നത് കേൾക്കാൻ പോകുമ്പോഴേ നിന്റെ ഹല്ലേലൂയ, ഞാൻ ഈ പറഞ്ഞ നിന്റെ ചിന്താഗതിക്കിട്ട് അവർ കുത്തുന്നേ. ആ ചിന്താഗതി അകത്തിളകും. നമ്മളോടൻ തീരുമാനം മാറ്റും. ദൈവത്തിന്റെ പദ്ധതി മുടങ്ങും. വളരെ ശാന്തമായി ഞാൻ പറയുക. ആമേൻ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ആമേൻ എടുത്തു ചാടിക്കാൻ. ഈ കഴിഞ്ഞ ആഴ്ച എത്ര പ്രാവശ്യം എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ വന്നെന്നറിയോ?
എടുത്തു ചാടിക്കാൻ വേണ്ടി പിശാചിടുന്ന പദ്ധതികളുണ്ട്. പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ ചെയ്യുക, നമ്മുടെ ജീവൻ തകർക്കുക എന്നുള്ള. അവിടെ തിരിച്ചറിഞ്ഞോളണം, ദൈവമേ ഇത് എൻ്റെ തകർച്ചയ്ക്കായിട്ട്, എനിക്ക് അതൊന്നും എനിക്ക് അറിയണ്ട, എറിയണവന്മാരെ എനിക്ക് കാണണ്ട. സ്തോത്രം, എൻ്റെ ദുഃഖങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ ഞാൻ എന്നാ ചെയ്യണം? മക്കളെ, ഉയർച്ച താഴ്ചകൾ വരും, ചിലപ്പോൾ സങ്കടങ്ങളായിരിക്കും. ഇന്നിപ്പോൾ നല്ല അനുഗ്രഹമല്ലേ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും എടുത്തു ചാടി തീരുമാനം എടുക്കരുത്. പ്രാർത്ഥന, കർത്താവ് എന്താ ഞാൻ ചെയ്യേണ്ടേ? ഒരുപാട് തകർച്ച വന്നാലും മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കണം. ഒരുപാട് സമൃദ്ധി വരുമ്പോൾ അപകടം ഏറെ വരുന്നത്, അവിടെയും ചോദിക്കണം എന്ത് ചെയ്യണം? കർത്താവ് പറയണം. കർത്താവിൻ്റെ ആലോചനയ്ക്ക് വിലയില്ലാതെ പോകരുത്. ഓരോ വിശുദ്ധ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും, ഓരോ സമയത്തും ഇടപെടും. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കാൻ തയ്യാറായാൽ, സത്യസന്ധമായി പറയാം, പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ ദൈവത്തോട് മുട്ടുമടക്കി. സ്തോത്രം. അവന്റെ കൂടെ നിന്നവരോട് പറഞ്ഞു, ഹല്ലേലൂയ ഏഫോദ് കൊണ്ടുവരണം, കർത്താവിന്റെ ശബ്ദം എനിക്ക് വേണം. കർത്താവ് പറഞ്ഞാൽ സ്തോത്രം. ദാവീദിനറിയാം ഏത് പ്രതിസന്ധിക്കകത്തും ഒരു വിടുതലുണ്ട്. മടക്കി കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ലേ? എന്ത് സംഭവിച്ചു ഒന്നും അറിയത്തില്ല. നിങ്ങൾ കുറച്ച് സമയം ഞാൻ ഈ പറയുന്ന മെസ്സേജ് ആ വിഷയത്തിന്റെ അതിനകത്തെടുത്ത് കണ്ണടച്ചിരുന്ന് ആ ഭാഗം ഒന്ന് ധ്യാനിച്ചാൽ, അവിടെ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ അവസ്ഥ എന്ത്, നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എങ്ങനെ പ്രതികരിക്കും? ദാവീദ് എങ്ങനെ പ്രതികരിച്ചു? വളരെ ഇമ്പോർട്ടൻ്റ്. സ്തോത്രം. കർത്താവിനോട് ചോദിച്ചപ്പോൾ ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞു, സ്തോത്രം, ഈ പ്രതിസന്ധിക്കകത്ത് അവനിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിന് കൈവടിയാൻ പറ്റുമോ? ദൈവം പറഞ്ഞു, പിന്തുടരാൻ പറഞ്ഞു. ദാവീദ് തൻ്റെ കൂടെ ഉള്ളവരെയും ചേർത്ത് പിന്തുടർന്നു. അതാ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ചെറുതും വലുതും, ശ്രദ്ധിച്ചു കേൾക്കണേ, ചെറുതും വലുതും ശത്രു കൊണ്ടുപോയ സകലത്തെയും ദാവീദ് മടക്കി കൊണ്ടുവന്നു. ദാവീദിന് ഇപ്പൊ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റി, എനിക്ക് നഷ്ടപ്പെട്ടതിന് ഞാൻ മടക്കി പിടിച്ചു, അഥവാ നഷ്ടപ്പെട്ടതിന് എൻ്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ പറയട്ടെ, കൂട്ടുകൂടി ആലോചന എടുത്ത് സ്തോത്ര, സാഹചര്യങ്ങൾ ദൈവം തരുന്ന അവസരങ്ങൾക്കനുസരിച്ച് വഴിയുണ്ടല്ലോ, ഇങ്ങനെ പോകാമല്ലോ, സ്തോത്ര, അങ്ങനെയായ കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മുടെ സങ്കല്പത്തിനപ്പുറം ഏത് കാര്യത്തിന്. മക്കളെ, ഹയർ സ്റ്റഡീസ് വരും, വിവാഹം വരും, സ്തോത്രം, തീരുമാനം മാറരുത്. ചിലരൊക്കെ വലിയ സംഭവം കണ്ട ഉടൻ തീരുമാനം എടുക്കുക. കർത്താവേ, നിന്റെ വചനം അനുസരിക്കുന്ന, നിന്നോട് പ്രാർത്ഥിക്കുന്ന, ഉപദേശം അനുസരിച്ച് നിൽക്കുന്ന, എന്നെ പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളെ തന്നെ തക്ക തുണയെ തന്നെ തരണം. പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് അവിടെയും നമ്മുടെ ഇമോഷൻ ആ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് ജാഗരിച്ചിരിക്കുമ്പോൾ ആദ്യം വന്ന ആൾ പറഞ്ഞു 15 പവന്റെ ഉരുപ്പടിയും പിണങ്ങല്ലേ. സ്തോത്രം. ആദ്യം വന്ന 15 പവന്റെ ഉരുപ്പടിയും 15 സെന്റ് സ്ഥലവും ഒരു കാറും. സ്തോത്രം. ദൈവഹിതമാണോ അപ്പ? പാസ്റ്ററെ പറയണേ, ദൈവഹിതമാണോ? സ്തോത്രം. അപ്പൊ പാസ്റ്ററും പ്രാർത്ഥന, വിശ്വാസി, മൊത്തം എല്ലാത്തിനും ചേർത്ത് ഒറ്റ ഉദാഹരണം അങ്ങ് പറയുക. പാസ്റ്ററും വിശ്വാസികളും സഭയും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ജാഗരിച്ചപ്പോൾ എല്ലാവർക്കും ഒരുവിധം തോന്നി, ദൈവത്തിന്റെ ആലോചന ഇത് തന്നെ നടക്കട്ടെ, പയ്യനും കൊള്ളാം, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ തീരുമാനത്തിന്റെ വക്കിലെത്തിയപ്പോൾ പെട്ടെന്ന് ഓട്ടം വിളിച്ചേച്ച്, ഓട്ടനെന്നല്ലേ പറയുന്നത്, വിളിച്ചേച്ച് പറഞ്ഞു, എടേ വേറൊരു കേസുണ്ട്, 25 പവനും 25 സെന്റും 25 ലക്ഷത്തിന്റെ കാറും. അപ്പൊ നേരെ ദൈവഹിതത്തിനകത്ത് ഭയങ്കര കൺഫ്യൂഷൻ വന്നു. സ്തോത്രം. വീണ്ടും ആത്മാവിൽ പാസ്റ്റർ 25 ആണോ 15 ആണോ ഒന്നുകൂടെ ഒന്ന് നോക്കണേ. സ്തോത്രം. പാസ്റ്റർ നോക്കി, വിശ്വാസികളും നോക്കി, പ്രാർത്ഥിച്ച് ഏറ്റവും മറ്റേ 25 നല്ലത്, പാസ്റ്റർ അതല്ലേ പറയുള്ളൂ. പിന്നെ കറക്റ്റ് ദശാംശം കിട്ടുന്ന പാസ്റ്റർ ആണെങ്കിൽ അതേ പറഞ്ഞു കൊടുക്കും. സ്തോത്രം. മോളെ 25 നിയോഗം, ഉള്ളതുപോലെ പറയുക കേട്ടോ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് 50 വന്നു. അന്നേരം അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, പാസ്റ്റർ വിളിക്കണോ? 50 അല്ലേ, നിയോഗം അല്ലേ, അത് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചതല്ലേ. ചാടി ഒറ്റ പിടി, പുളിങ്കൊമ്പ്. സ്തോത്രം. ദാണ്ട കിടക്കണ് അവന്റെ കാലിൽ ആലോചന ചോദ്യം. അതുവരെ ചോദിച്ച ജീവിതമൊക്കെ പോയില്ലേ, ആലോചന ചോദിച്ചൊക്കെ പോയില്ലയോ? ഞാൻ ഇടയ്ക്ക് പറയും, കുറേ ദിവസം കഴിഞ്ഞ് പെണ്ണ് ചെന്നിരുന്നേച്ച് വിളിക്കുകയാണ്, അമ്മ യവനിപ്പോൾ വേറൊരു ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന്. സ്തോത്രം. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ പുളിങ്കൊമ്പിലല്ലേ പിടിച്ചത്? അവൻ ഇപ്പം പറയാം, ഇത് പുളിങ്കൊമ്പാണ്, ഒടിയത്തില്ല, എത്ര തൂങ്ങിയാലും ഇത് ഒടിയത്തില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ളവരൊക്കെ തൂങ്ങാൻ പറയാന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. പുളിങ്കൊമ്പ് നോക്കി പിടിച്ചതാ. ശാന്തമായിട്ട് പറഞ്ഞു തരിക. സ്തോത്രം. നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ചൊന്നും എടുത്ത് ചാടരുത്. ഇപ്പം നേടാന്നൊക്കെ തോന്നും, അങ്ങനെ പോയവരൊന്നും നേടിയിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്.
അങ്ങനെ ഓടിയവരൊന്നും അധിക ദൂരം. നമ്മൾ എപ്പോഴും പഠിക്കണം, ലൈഫിലെ സക്സസ് എടുത്താ പഠിക്കേണ്ടേ. സാഹചര്യം കാണുമ്പോൾ ഒപ്പോ അവനത് കിട്ടി, അവക്കിത് കിട്ടി, കണ്ടോ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ. നമ്മളെ മനസ്സിളകരുത്, നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ സക്സസ് ആയവരെ കുറിച്ച് പഠിക്കണം, അവിടെ ജീവിതം അനുഗ്രഹത്തോടെ പോകുന്നെങ്കിൽ. സ്തോത്രം. ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ജാതികളെ കുറിച്ചല്ല. അവർക്ക് എങ്ങനെയും ജീവിക്കാം. ദൈവമക്കളെ കുറിച്ച്, നിത്യതയ്ക്കായി ഓടുന്നവർ. ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്തോത്രം ഹൃദയത്തെ ഇളകി മറിയുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കരുത്. ഹൃദയം ഇളകി മറിയുന്ന സമയത്ത്, കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോകരുത്. ശാന്തമായിരുന്നു പ്രാർത്ഥിക്കണം. ദൈവ ശബ്ദം കേട്ടാലും ഇല്ലെങ്കിലും ചില സമയങ്ങൾ നിങ്ങൾ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, വലിയ പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഞാൻ എന്നാ ചെയ്യണം, ഇവിടെ നിന്ന് കരകയറാൻ, എൻ്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വിടുതലില്ലാതിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം. ഞാൻ പറയട്ടെ, ഒരു പക്ഷേ ദൈവ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ കാലിൽ യഥാർത്ഥ വഴിയിൽ കരം പിടിച്ച് നടത്താൻ ദൈവം ഇറങ്ങി വരും. നിങ്ങളോട് സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കേണ്ടവർ സംസാരിക്കും. വഴി തെറ്റാതെ കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തും. സ്തോത്രം. നമ്മുടെ വിഷയം നഷ്ടപ്പെട്ടത് മടക്കിയെടുക്കുക എന്നുള്ളതാ. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആയുസിന്റെ ഇതുവരെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലതും മടക്കി പിടിച്ച് നിന്റെ ജീവിതം ചരിത്രം മാറുന്നത് പോലെ മാറ്റി ഒരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ശക്തനാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസംഗമല്ല ഇത്, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്ന അസാധാരണമായ ചില കാര്യങ്ങളാണ്. നിങ്ങൾ ബൈബിൾ പഠിക്കണം. സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുക. ബൈബിൾ പഠിക്കണം. ദൈവ ആലോചന കേൾക്കാതെ ദാവീദ് എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ബർശേബയുടെ കാര്യത്തിൽ ദാവീദ് ആലോചന ചോദിച്ചില്ല. ആളുകളുടെ എണ്ണം എടുക്കാൻ നേരത്ത് ആലോചന ചോദിച്ചില്ല. സ്വയബുദ്ധിയിൽ ചെയ്തതാ. എല്ലാം കെണിയായി. വിശദീകരിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഫെലിസ്തീൻ വന്നപ്പോഴും ആര് വന്നാലും ആലോചന ചോദിച്ച ദാവീദ് ജയിച്ചു. ചിലയിടത്തൊക്കെ എടുത്തു ചാടി തൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് താൻ തീരുമാനമെടുത്തു. അതെല്ലാം പരാജയമായി മാറി. ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച ഇടത്തെല്ലാം ജയം, ഹല്ലേലൂയ, ദൈവം ദാവീദിന് കൊടുത്തു. ഇമോഷൻ അനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കരുത്. അബ്രഹാമിൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് നടന്ന ലോത്ത് സ്തോത്രം പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ ഹല്ലേലൂയ പച്ചപ്പിലുടക്കി. തീരുമാനമെടുക്കാൻ ഹല്ലേലൂയ ഒട്ടും സംശയിക്കാതെ പച്ചപ്പ് പിടിച്ച ഫലപുഷ്ടമായ ദേശത്തെ എടുത്തു. കാര്യം എന്താണെന്നറിയാമോ? അത് ഏദൻ തോട്ടം പോലെ ഇരുന്നു. ആര് കണ്ടാലും മനസ്സ് പറയും, ഇതെനിക്ക് വേണം. സ്തോത്രം. സമയം തീർന്നുണ്ടെങ്കിൽ എല്ലാം ചേർത്തങ്ങ് പറയുക. ആമേൻ. പെട്ടെന്ന് മനസ്സ് പറഞ്ഞു, ഇത് മതി എനിക്ക്. അവിടെ ദൈവാലോചനയ്ക്കൊന്നും സാധനമില്ല, പച്ചപ്പ. അബ്രഹാം എങ്ങനെ പൊക്കോട്ടെ. പക്ഷേ ഹല്ലേലൂയ, അവൻ്റെ തിരഞ്ഞെടുപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അവൻ്റെ കുടുംബം പോലും നഷ്ടപ്പെട്ടു. ആ പച്ചപ്പൊന്നും അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ അവസാനം ഓടിപ്പോകേണ്ടി വന്നു. ഓടിപ്പോയെടുത്ത് തൻ്റെ ഭാര്യ നഷ്ടപ്പെടുന്നത് കൺമുമ്പിൽ കാണേണ്ടി വന്നു. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാതെയായി. തൻ്റെ ജീവിതം വല്ലാതെ വലഞ്ഞ് താൻ ഹല്ലേലൂയ അവസാനം വരെ അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന സ്തോത്രം. ആ അനീതിയും അധർമ്മവും കണ്ട് മനസ്സ് വലഞ്ഞുപോയ ലോത്ത്, വലഞ്ഞുപോയവൻ. അവന് നീതിയോടെ ജീവിക്കണം. പക്ഷെ അവൻ തിരഞ്ഞെടുത്ത സാഹചര്യത്തിനകത്ത് അവന് ജീവിക്കാൻ പറ്റാതെയായി. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ അകത്ത് ഓടി വരുന്ന, അല്ലെങ്കിൽ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ ഹൃദയം പറയുന്ന, നമ്മളെ ഹല്ലേലൂയ ഇളകി മറിയുന്ന നമ്മുടെ വികാരങ്ങൾക്കൊച്ച് നമ്മൾ തീരുമാനമെടുക്കാതെ ദാവീദിനെ പോലെ, കർത്താവേ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. സ്തോത്രം. ശാന്തമായി ദൈവസന്നിധിയിൽ താഴ്ന്നു നിന്നു. അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ പകൽ രണ്ട് ചിന്തയാണ് ദൈവം നമ്മോട് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുക. രണ്ട് കാര്യമാണ് പറഞ്ഞ്, രണ്ട് ചിന്ത ഒരു ദൂതിനകത്ത്. എന്നതാ ദൂത്? നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരും. അത് കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്കും. നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ടത് നമ്മൾ മടക്കി പിടിക്കും. നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ടത് നമ്മൾ മടക്കി പിടിക്കേണ്ടതിനെ മടക്കി പിടിക്കും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ദൈവം മടക്കി തരണമോ? സ്തോത്രം. എവിടെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് യഥാർത്ഥമായ ഒരു മാനസാന്തരം, ഉടഞ്ഞ ഹൃദയത്തോടെ. സ്തോത്രം. ഞാൻ പറയട്ടെ, പലപ്പോഴും ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ കണ്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുന്ന സമയം അവിടെ ആലോചനയില്ലാതെ ആ സ്ഥലത്ത് ഞാൻ കണ്ണുനീരൊഴുക്കി സമർപ്പിച്ചിട്ടുള്ള ഇടത്തെല്ലാം ദൈവത്തിൻ്റെ ചലനം ഞാൻ കണ്ടിട്ടുണ്ട്. ആലോചിച്ച് തീരുമാനമെടുക്കാനും കാത്തിരുന്ന് ദൈവത്തെ പഠിപ്പിക്കാൻ നിന്നതൊക്കെ പരാജയമായി മാറിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവെ ഒരു യഥാർത്ഥ മാനസാന്തരം എനിക്കില്ല എന്ന് തോന്നുന്നെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ വസ്ത്രം കീറിയത് മതി, നീ ഹൃദയത്തെ കീറി ദൈവസന്നിധിയിൽ ഇന്ന് സമർപ്പിക്കുക. ഇടം വല നോക്കാതെ ബോധ്യപ്പെട്ടതിനെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. രണ്ട്, സ്തോത്രം, ഇന്ന് നീ കടന്നു പോകുന്ന പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിൽ നീ ഹല്ലേലൂയ നിന്റെ വികാരത്തിനനുസരിച്ച് ആത്മീക ഭൗതിക വിഷയത്തിൽ തീരുമാനം എടുക്കരുത്. ചിലരൊക്കെ ഹല്ലേലൂയ പെട്ടെന്ന് ശാഠ്യത്തോടെ പറഞ്ഞു, ഇനി ഞാൻ വരുന്നില്ല. എന്തിനാരാധിക്കണം? സ്തോത്രം. നിങ്ങൾക്ക് ദൈവം ഒരു ദ്രോഹവും ചെയ്തില്ല. സാഹചര്യം പിശാച് ഒരുക്കിയതാ. സംഘർഷഭരിതമായ ജീവിതത്തെ പിശാച് ഒരുക്കിയതാ. നമ്മളങ്ങ് പോവുക. സ്തോത്രം.
ആമേൻ തിരിച്ച് മടങ്ങി വരാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ അവിടെ നീ ദൈവത്തോട് ചോദിക്കണം, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കണം. കഴിഞ്ഞ ആഴ്ച അവസാനം പാടി നിർത്തിയത് ഏത് ഗുണമെന്നറിയാൻ ഇല്ല ജ്ഞാനമെന്ന പാടി നിർത്തി. നിന്റെ ഹല്ലേലൂയ നാമനിമിത്തം നീതിമാർഗത്തിൽ നടത്തണം. ഒരു വാഞ്ചയുണ്ടോ? നമുക്കൊരു ദൈവമുണ്ട്, നമ്മുടെ മേൽ ഉത്തരവാദിത്വമുള്ള, നമ്മെ പണിയുന്ന, ആമേൻ, നമ്മെ മാനിപ്പാൻ ശക്തനായ, നമ്മെ പിശാച് തൊടുന്നത് ഇഷ്ടമില്ലാത്ത, നമ്മുടെ ഒരു മുട്ടുപിന്ന് പോലും പിശാച് അപകരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് പകൽ പിശാച് വച്ചതും പിശാച് തകർത്തതും പിശാച് അപകരിച്ചതെല്ലാം തിരിച്ചു വെക്കാൻ നമ്മൾ പറയണം. ഹല്ലേലൂയ. അനുതാപത്തോടെ കരച്ചിലോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് ഹല്ലേലൂയ നഷ്ടപ്പെട്ടത് കർത്താവ് ഹല്ലേലൂയ മടക്കി തരാൻ പോകുന്നു. സഭയോട് ദൈവം പറയുന്നു, പിന്തുടരുന്നത് നിർത്തരുത്. ഹല്ലേലൂയ. പിന്തുടരുന്നത് മതിയാക്കരുത്. അവസാന നന്മയും ആമേൻ തിരികെ പിടിക്കുന്നത് വരെ നിന്റെ പിതാവിൻ്റെ കാലം തൊട്ട് ശത്രു അപകരിച്ചു കൊണ്ടുപോയ നന്മകൾ കാണാം. എനിക്കറിയത്തില്ല എത്ര പേരാണ് ആത്മാവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചത്. ആമേൻ അത് ഗ്രഹിച്ചവർ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ കുഞ്ഞുമക്കളും, എല്ലാ പ്രിയപ്പെട്ടവർ, ഈ ആലയത്തിൽ ഇരിക്കുന്ന സകലര് കണ്ണുകളെ അടച്ച് 1-2 മിനിറ്റ് ദൈവത്തോട് ആഴമായി പ്രാർത്ഥിച്ചാട്ടെ. വലിയ ദൈവ മഹത്വം ഇതിനകച്ചിറങ്ങാൻ പോകുക, വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകച്ചിറങ്ങാൻ പോകുക, വലിയ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് വായ്കളെ ചുരന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഒരാത്മാവിലെ സന്തോഷത്തിൽ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി, കർത്താവിന് ഹല്ലേലൂയ നന്ദി പറയാൻ തുടങ്ങി. ഇന്നിനാവശ്യമായ ദൂത ദൈവം തന്നത്. ഓരോ ദിവസങ്ങളിലും ദൈവം പറയുന്ന ദൈവിക ആലോചനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. നാളെയല്ല പ്രിയരെ, ഇന്ന് പകൽ അതിന്റെ നീക്കുപോക്ക്. ഈ ഹല്ലേലൂയ 2024 ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ നീ വൻ കാര്യങ്ങൾ കാണാൻ പോകുക. ദൈവം നിന്നെ കാണിക്കുക. ഞാൻ ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുന്നു, ദൈവം നിന്നെ കാണിക്കും വലിയ കാര്യങ്ങൾ. നിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. നീ മത്സരിച്ച് ഹല്ലേലൂയ പിന്മാറരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ വിചാരങ്ങളും വികാരത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളെ പുനഃപരിശോധിക്കുക. അങ്ങനെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളെ പുനഃപരിശോധിച്ചിട്ട് ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ദൈവത്തോട് ഇന്ന് പകൽ ചോദിക്കണം. ഏതോ ചില പാപങ്ങൾ ഹല്ലേലൂയ വിട്ടുമാറാൻ പറ്റാതെ വചനം ആവർത്തിച്ച് കേട്ടിട്ട് നീ മത്സരിക്കുന്നെങ്കിൽ ആമേൻ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. നീയാണ് നിന്നെ നശിപ്പിക്കുന്നത്, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത്, നിന്റെ തലമുറയെ നശിപ്പിക്കുന്നത്. നിനക്ക് ഹല്ലേലൂയ താൽക്കാലിക സന്തോഷം കിട്ടിക്കാണും. ആമേൻ സ്തോത്രം. താൽക്കാലിക ലാഭം നിനക്ക് കിട്ടിക്കാണും. ആമേൻ ദൈവത്തെ പറ്റിച്ചു എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും ആ വെട്ടുക്കിളിയെ ദൈവം ശാസിക്കത്തില്ല. ഒരു കാരണവശാലും ആ തുള്ളനെ ദൈവം ശാസിക്കത്തില്ല. ആ പച്ചപ്പുഴുവിനെ ശാസിക്കത്തില്ല. നീയും ഹല്ലേലൂയ ആമേൻ ആ അനുഗ്രഹത്തിൽ നകന്ന് തന്നെ നിന്റെ ജീവിതം മുമ്പിലേക്ക് പോകും. ഇന്ന് പകൽ അങ്ങനെയല്ല കർത്താവേ, ഒരു ശക്തമായ തീരുമാനം ഞാൻ എടുക്കുന്നു. എൻ്റെ ഹല്ലേലൂയ ജഡത്തിന്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ ജഡത്തിന്റെ വികാരത്തിനനുസരിച്ചല്ല കർത്താവേ, നീ പറയുന്നതനുസരിച്ച് മുമ്പിലേക്ക് പോകും. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കോപം അധികമായി വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ശക്തമായ കോപത്തിന്റെ മധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ശക്തമായ കോപത്തിൽ ഹല്ലേലൂയ ഒന്നും വിളിച്ചു പറയരുത്. ആ കോപത്തിന്റെ മധ്യത്തിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ആത്മീക നിലയിലേക്ക് വളരുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവ് ആമേൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഹല്ലേലൂയ ശത്രുവിന്റെ മേൽ നിനക്ക് ജയം തരണം. ശത്രു അപകരിച്ച പലതുണ്ടെന്ന് ആത്മാവ് പറയുന്നു. നാളിതുവരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ വലുതാണെന്ന് ആത്മാവ് പറയുന്നു. ആ നഷ്ടങ്ങളെ ലാഭമാക്കാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാണ്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാനും ചിലതിനെ മടക്കിയെടുക്കാൻ നിന്നെ അഭിഷേകം ചെയ്യാനും കർത്താവ് ആഗ്രഹിക്കുക. ശബ്ദമുയർത്തി ദൈവസഭ പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് അങ്ങയുടെ ശബ്ദം വേണം. അപ്പൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്താൽ മതി. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം ഹല്ലേലൂയ ആമേൻ എനിക്ക് ഹല്ലേലൂയ കാണണം. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് അറിയണം. ആമേൻ സ്വയമായൊരു തീരുമാനമെടുക്കാൻ എനിക്ക് നീ ഇടതരരുതേ. എൻ്റെ വേദനയിലൊരു തീരുമാനമെടുക്കാൻ, എൻ്റെ ഹല്ലേലൂയ കോപത്തിലൊരു തീരുമാനമെടുക്കാൻ എന്നെ അനുവദിക്കരുതേ. അതിൻ്റെ നടുവിൽ പ്രാർത്ഥിപ്പാൻ, അതിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ച് ദൈവഹിതം ചെയ്യാൻ എനിക്ക് നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയരെ, വളരെ ഗൗരവത്തോടെ ആത്മാവ് ഇടപെട്ട ദൂതാണ്. ആമേൻ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത് അതാണ്. പലരും തകർന്നു വീണത്, പലരെയും തകർക്കാൻ പിശാചെടുത്ത ആയുധം, ഇപ്പോഴും അവൻ മുറുകെ പിടിച്ചു വച്ചിരിക്കുന്ന ആയുധം അതാണ് നിന്റെ ഇമോഷൻ. ഹല്ലേലൂയ ആമേൻ. അതിനെ നിയന്ത്രിച്ച് ആമേൻ കല്ലെറിയാൻ നിൽക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ, ഒരു തെറ്റും ചെയ്യാതെ നീ അപമാന ഭാരം വഹിച്ച് നിൽക്കുന്നെങ്കിൽ, ഒരു തെറ്റും ചെയ്യാതെ ഏറിയ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നെങ്കിൽ, ഇവിടെ തിരിച്ചറിയണ ഒരു ദൈവം നിന്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ആ ദൈവം നിന്റെ
നിന്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തോട് നീ ചോദിച്ചാൽ ആമേൻ ആർക്കും മറുപടി പറയാൻ പറ്റത്തില്ല ദാവീദിനോട് എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ ആമേൻ ദൈവത്തിന് പറയാൻ പറ്റും. നീ ചോദിച്ചാൽ നിന്നോട് ദൈവത്തിന് പറയാൻ പറ്റും. ആർക്കും മറുപടി തരാൻ പറ്റാത്ത വിഷയത്തിൽ ദൈവത്തിന് മറുപടി തരാൻ പറ്റും. ആമേൻ കർത്താവിന്റെ ആത്മാവ് പറയുന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നിന്റെ ആമേൻ ഇമോഷനെ നീ അടക്കാൻ ഹല്ലേലൂയ അതിന്റെ അകത്ത് നീ പ്രാർത്ഥിക്കണം. വാവിട്ട് കരയുമ്പോഴും യേശുവേ നിന്റെ ഹിതം എനിക്കറിയണം. കല്ലെറിയാൻ നിൽക്കുന്നവരുടെ നടുവിലും യേശുവേ നിന്റെ ഹിതം എനിക്കറിയണം. ദൈവത്തോട് ചോദിച്ചാൽ അവൻ മറുപടി പറയും. ആത്മാവ് പറയുന്നു ആമേൻ നഷ്ടങ്ങളെ കുറിച്ച് കരയണ്ട, നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല കരയേണ്ടത്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്. സംവത്സരങ്ങളെ മടക്കി തരാൻ പോകുക. അതുകൊണ്ട് അതിന്റെ നിരാശ തെല്ലും വേണ്ട. മറിച്ച് നിന്റെ പാപത്തെ കുറിച്ച് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയെ കുറിച്ച് നീ ഉണര്. ഇപ്പോഴെങ്കിലും അനുതാപത്തോടെ കരച്ചിലോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ അടുത്തു വന്നാൽ ഹല്ലേലൂയ കർത്താവ് നിന്നെ മാനിപ്പാനിടയായി തീരും. കർത്താവ് നിന്നെ അനുഗ്രഹിപ്പാനിടയായി തീരും. പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദം ഇതിനകത്ത് ഉയരട്ടെ. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർ ശക്തമായി ആമേൻ സ്തോത്ര ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നിനക്ക് ഹല്ലേലൂയ എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ ശക്തിയോടെ എടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. മറ്റാരെയും നോക്കണ്ട, മറ്റാരും നിന്നെ സഹായിപ്പാനുമില്ല. ഈ പകലൊരു ദൈവം നിനക്കുണ്ട്. കൊച്ചുമക്കളെ ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ ആമേൻ സ്വഭാവം എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹല്ലേലൂയ എടുത്തു ചാടുന്ന മേഖലകൾ എനിക്കറിയാം. ഇനി അതുണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ ദൈവത്തോട് ഞാൻ ചോദിക്കാം. എത്ര പേർക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും? സഭ ഒരുമിച്ച് എന്നോട് ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ പറയണം, കർത്താവേ ഞങ്ങൾ പിന്തുടരാൻ ഒരുങ്ങുകയാണ്. ഞങ്ങൾ ഹല്ലേലൂയ ആമേൻ പിടിച്ചെടുക്കേണ്ടതിനെ പിടിച്ചെടുക്കാൻ ഇന്ന് പകൽ എന്നെ സഹായിക്കണം. ദൈവത്തിന്റെ ആത്മാവ് തെളിവോടെ തന്ന ദൂതാണ്. കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുക്കുകയാണ്. ഈ ദിവസങ്ങൾ ഒരു മൊട്ടുപിന്ന് പോലും ശത്രുവിന് വിട്ടുകൊടുക്കാതെ, ഒരു മൊട്ടുപിന്ന് പോലും ശത്രുവിന്റെ കരത്തിൽ വച്ചിരിക്കാൻ അനുവദിക്കാതെ, നീ നിന്റെ തലമുറയും അനുഭവിക്കേണ്ട നന്മകൾ ഇരിക്കേണ്ടത് പിശാചിന്റെ അറയ്ക്കകത്തല്ല. നീ നിന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മകൾ ആമേൻ ഹല്ലേലൂയ അനുഭവിക്കേണ്ടത് പിശാചല്ല. ഈ പകൽ നീ അനുഭവിക്കണം. നിന്റെ കരത്തിൽ അത് മടക്കി തരണം. കർത്താവേ എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ലാഭമാക്കണം. ആത്മാവിനോട് പറയുന്നു, നീ അനുഭവിക്കേണ്ട സമ്പത്ത്, നീ അനുഭവിക്കേണ്ട ആരോഗ്യം, നീ അനുഭവിക്കേണ്ട സമാധാനം, നീ അനുഭവിക്കേണ്ട ഹല്ലേലൂയ ഭൗതിക നന്മകൾ ഏതൊക്കെയോ പിശാച് അപകരിച്ചെങ്കിൽ, നഷ്ടമാക്കിയെങ്കിൽ, രക്തസ്രവക്കാരത്തിയുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒന്നെന്നാ എല്ലാം അപകരിച്ച് ഇന്ന് സമാധാനമോ സന്തോഷമോ ഒന്നുമില്ലാതെ ജീവിതത്തെ നിരാശയിലാക്കി തെറ്റായ തീരുമാനത്തിലേക്ക് കൊണ്ടുപോയി നിന്നെ തകർക്കാൻ പിശാച് ആഗ്രഹിക്കുന്നെങ്കിൽ പറ, അത് നടക്കത്തില്ല. പലരുടെയും ജീവിതത്തിൽ അത് നടന്നു. നിരാശയുടെ ആധിക്യം കയറ്റി അവരുടെ ജീവിതത്തെ തകർക്കാൻ പിശാചിന് കഴിഞ്ഞു. ആത്മഹത്യയിലേക്ക് നടത്താൻ കഴിഞ്ഞു, തകർച്ചയിലേക്ക് നടത്താൻ കഴിഞ്ഞു. വിശ്വാസത്തെ തകർക്കാൻ പറ്റി. ആമേൻ ഹല്ലേലൂയ ദൈവത്തെ വിട്ട് ഓടാനിടയായി. ആമേൻ പലരും വിശ്വാസത്തെ ത്യജിച്ചു കളയാൻ അവരുടെ വികാരത്തെ ഉണർത്തിച്ചു വിട്ടുകൊണ്ട് പിശാചിന് കഴിഞ്ഞു. ഇന്ന് പകൽ ഈ ആലയത്തിൽ നിൽക്കുന്നവർ പറ, നടക്കത്തില്ല, എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. നീ എന്തെല്ലാം പറഞ്ഞാലും എനിക്കൊരു ദൈവമുണ്ട്. നീ എന്തെല്ലാം പറഞ്ഞാലും എന്റെ വികാരം ആമേൻ ഹല്ലേലൂയ എന്നെ നടത്തത്തില്ല. അതിന്റെ മധ്യത്തിൽ ഒരു മറുപടി പറയാൻ എനിക്കൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഏതോ ചില നഷ്ടങ്ങൾ ഇന്ന് പകൽ ലാഭമാകുകയാണ്. ഏതോ ചില നഷ്ടങ്ങൾ ഇന്ന് പകൽ ലാഭമാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ശത്രു കൊണ്ടുപോയത് ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ സ്തോത്രം മടക്കി തരാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം യേശുവേ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തോട് പറ, സമർപ്പണത്തോടെ പറ, എനിക്ക് എന്റെ വഴിയല്ല, ദൈവത്തിന്റെ വഴി തന്നെയാണ്. തകരേണ്ടത് തകരട്ടെ, മടക്കി പിടിക്കേണ്ടത് മടക്കി പിടിക്കുക, മടക്കി പിടിക്കേണ്ടത് മടക്കി പിടിക്കുക. വാതിലുകൾ ആമേൻ സ്തോത്രം ഇന്ന് പകൽ തുറന്നു വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലർക്കായി പ്രവർത്തിക്കുകയാണ്. നിന്റെ ശാപം, നിന്റെ തിന്മ യേശുവിന്റെ നാമത്തിൽ നീങ്ങുകയാണ്. വെട്ടുക്കിളിയെയും തുള്ളനെയും പച്ചപ്പുഴുവിനെയും ദൈവം ശാസിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ മഴ നിന്റെ വീട്ടിൽ പെയ്യാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ നീ ശ്രമിച്ചിട്ട് നടക്കാത്തത് പരിശുദ്ധി ആത്മാവ് നിനക്ക് തരാൻ തുടങ്ങുകയാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഇത് നിന്റെ നേരമാണ്, നിന്റെ സമയമാണ്. നീ പ്രാർത്ഥിക്കുക. എന്താ നിന്നിൽ നഷ്ടപ്പെട്ടത്? എന്താ നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടത്? എന്താ നിന്റെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടത്? ദൈവത്തോട് പറ. പിശാച് അപകരിച്ച തലമുറകളെ മടക്കി പിടിക്കുക. പിശാച് കൊണ്ടുപോയ ഭർത്താവിനെ, ഭാര്യയെ മടക്കി തരാൻ പറ. യേശുവിന്റെ നാമത്തിൽ കാലാകാലങ്ങളായി നിനക്ക് ലഭിക്കേണ്ട നന്മകളെ തക്ക സമയത്ത് അപകരിച്ച ദുഷ്ട പിശാചിനോട് മടക്കി തരാൻ ആവശ്യപ്പെട്. ശബരഘടക ജനഗതി അക്ഷതിയം ധരെ റീബരെ റിഗൽ കമനാദി യാദൽ കമനഘടക സിയാദരെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും അടിച്ച്
ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്ക്. ഈ പകൽ വാതിലുകൾ തുറക്കുകയാണ്. പ്രതികൂലങ്ങൾ മാറാൻ പോകുകയാണ്. വചനം ചോദിക്കുന്നു, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സഹോദര, നിന്റെ ജീവിതത്തിൽ ദൈവം അനുകൂലമായി ഇറങ്ങുകയാണ്. അവൻ മഹാദയുള്ളവനാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്, അവൻ ധാരാളം കരുണ കാണിക്കും. ഈ പകൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരുമില്ല. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ ഈ പകൽക്കാലം സന്തോഷത്തോടെ തുള്ളിച്ചാടി ആരാധിച്ച് ആ വിടുതലെടുത്ത് അസാധാരണ അത്ഭുതങ്ങൾ ഇപ്പോൾ ദൈവം ചെയ്യുകയാണ്. അസാധാരണ വിടുതലുകൾ. പിശാച് ചെയ്ത സകല ദോഷങ്ങളുടെ മേൽ ദൈവകരം ചലിക്കുന്നു. നീ അതിന്റെ മേൽ ജയമെടുക്കുന്നു.